കർത്താവിന്റെ പരിശുദ്ധ എല്ലാവരും കർത്താവ് വന്ദനം ചെയ്യുക. പ്രത്യേകാൽ ഈ മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന പിന്നെ സിസ്റ്റർ കൊറോണ കാലത്ത് ആരംഭിച്ച് ഇതുവരെയും നിർത്താതെ കൊണ്ടുപോകുന്ന ശക്തമായ സൂ മീറ്റിങ്ങുകളാണ് ഈ പ്രോഗ്രാം. അനേക കർത്താവിന്റെ ആസന്മാർ ചേർന്ന് നന്നായി ആരാധിക്കുകയും ദിവസങ്ങളും 40 ദിവസങ്ങളോ നീണ്ട ഉപവാസ പ്രാർത്ഥന നടത്തുന്നു. ശക്തമായ ഭജന പ്രഘോഷങ്ങൾ വ്യത്യസ്ത അളവിൽ നടത്തുന്നു. അതുപോലെ തന്നെ ശക്തമായ പ്രാർത്ഥന, മാവുള്ള പ്രാർത്ഥന, ഇതൊക്കെ കൊണ്ട് ദൈവം വളരെ ശക്തമായി ഉപയോഗിക്കുന്ന ഒരു സൂം പ്ലാറ്റ്ഫോമാണ് കർത്താവിന്റെ ആശയം നടത്തുന്ന സൂം പ്ലാറ്റ്ഫോം. അതിൽ പങ്കെടുക്കുന്ന ഞങ്ങൾ എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഇന്ന് രാവിലെ എല്ലാവരും ഞങ്ങൾ കർത്താവിന് വന്ദനം ചെയ്യാൻ എനിക്ക് ലഭ്യമാക്കിയ ഇന്നലെ അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നമുക്ക് നൽകിയ അവസരത്തെ ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കട്ടെ. അല്പനേരം ധ്യാനത്തിന് ഒരു തിരുവനുഭവം ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് 1 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായം 1 കൊരിന്ത്യർ 11-ാം അധ്യായം 23, 24, 25 വാക്യങ്ങളാണ്. ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തെന്തെന്നാൽ കർത്താവ് യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്ക് അത് ചെയ്യുവിനെന്ന് പറഞ്ഞു. അവിടെ തന്നെ താൻ കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം എടുത്ത്, ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാണ്, ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്ക് ചെയ്യുവിൻ. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കും. 23 മുതൽ 25 വരെ വാക്യം. പിതാവേ, ഞങ്ങൾക്ക് ലഭ്യമാക്കിയ നല്ല അവസരത്തിനായി സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഞങ്ങൾ തിരുവചനം ധ്യാനിക്കുമ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്ന ചിന്തകളെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ദൈവഹിതത്തിനൊത്തവണ്ണം മുന്നേറിയുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അങ്ങേ മാത്രം പ്രസാദിച്ച് അവിടുത്തെ ശക്തി നടക്കാൻ ആവശ്യമായ കൃപ ഈ തിരുവഴുത്തിലൂടെ അങ്ങ് എന്ന് പറയും സംസാരം അടിന് കൃപങ്ങളിൽ ഒരുമിച്ച് ആശീർവദിക്കാൻ പങ്കെടുക്കുന്ന ഓരോരുത്തരും കർത്താവ് അനുഗ്രഹം. സകല മഹത്വം കർത്താവ് യേശുവിന്റെ നാമത്തിൽ കേൾക്കണം പിതാവേ, ആമേൻ. ഈ തിരുവേന ഭാഗത്തുനിന്ന് എങ്ങനെ നമുക്ക് ശക്തിയോട് ദൈവശക്തിയിൽ എങ്ങനെ നടക്കാം? ഹൗ ക്യാൻ വി വാക്ക് വിത്ത് പവർ ഗോഡ്? ഹൗ എ പവർ വാക്ക് ഈസ് പോസിബിൾ എന്നൊരു വിഷയത്തെയാണ് ഞാൻ ഇതിൽ നിന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇതില് ഈ 1 മണിക്കൂർ കൊണ്ടല്ല, കുറെ സമയമെടുത്ത് ചിന്തിക്കേണ്ട ഒരു വചനഭാഗമാണ്. ഈ തിരുവഴുത്തിനെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നത്. നമ്മൾ സാധാരണ ദൈവസഭയിൽ തിരുമേശ സമയത്ത് തിരുമേശ പങ്കെടുക്കുമ്പോൾ മുന്നോടിയായി ആ നടത്തുന്ന പാസ്റ്റേഴ്സ് ഈ ഭാഗം വായിക്കാറുണ്ട്. ഞാൻ കർത്താവിൽ പ്രാപിക്ക് നിങ്ങൾക്ക് ഏൽപ്പിച്ചത് ചെയ്തെന്നാൽ ഇത് പൗലോസാണ്. ഈ കർത്താവിന്റെ ഒടുവിൽ കർത്താവ് അപ്പം എന്നെടുത്ത് സ്തോത്രം ശിഷ്യന്മാർക്ക് നൽകി, ഇത് നിങ്ങൾക്കിടയിൽ എൻ്റെ ശരീരം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്ന്. അതുപോലെ അവൻ തന്നെയാണ് അത്താഴം കഴിച്ച് പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി ശിഷ്യന്മാർക്ക് നൽകി, ഇത് പുതിയ നിയമത്തിലുള്ള എൻ്റെ രക്തം എന്ന് പറഞ്ഞ് നൽകി, എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അപ്പൊ പൗലോസ് ആ സമയത്ത് ഇല്ലാത്തത് കൊണ്ട് പൗലോസ് പിന്നീടാണ് കർത്താവിനെ അറിഞ്ഞതും കർത്താവിനെ സേവിക്കുമ്പോഴും അതുവരെ താന് തുടക്കത്തിൽ അവന്റെ മാനസാന്തരം റോമാലേഖനം 9-ാം അധ്യായത്തിൽ വായിക്കുന്നത് ദൈവസഭ ഏറ്റവും ഉപദ്രവിക്കുകയും മുടിക്കുകയും ചെയ്ത ഒരു വ്യക്തിയായിട്ടാണ് അവനെ കാണുന്നത്. എന്നാൽ പിന്നീട് അവൻ കർത്താവിന്റെ പ്രത്യേക സന്ദർശനത്തിലൂടെ മാനസാന്തരപ്പെട്ട് 3 വർഷക്കാലം പൗലോസ് ദൈവത്തിന്റെ പാതവെട്ടിൽ അറേബ്യയിൽ തിരുവചനം പഠിച്ചു വായിക്കും. അപ്പം അതുകൊണ്ടാണ് ഞാൻ കർത്താവിങ്കൽ നിന്ന് പ്രാപിക്കുകയും. നമുക്ക് എങ്ങനെ ശക്തിയോടുകൂടെ നടക്കാം? ശക്തിയോടുകൂടെ നടക്കണമെങ്കിൽ വേദപുസ്തകത്തെ കർത്താവിന്റെ ആത്മാവ് നമ്മെ പഠിപ്പിക്കണം. ഇന്ന് പഠനത്തിന് ഒത്തിരി സാധ്യത, പണ്ട് കാലത്തെ പോലെയല്ല. ഇന്ന് നമുക്ക് ഓൺലൈൻ സാധ്യതകളൊക്കെ ഉള്ളതുകൊണ്ട് പഠനത്തിന് ധാരാളം സാധ്യതകളാണ്. സ്തോത്രം. മനുഷ്യർക്ക് വീട്ടിലിരുന്ന് തന്നെ ഇംഗ്ലീഷ് ഭാഷയിൽ, ഹീബ്രു ഭാഷ, ഗ്രീക്ക് ഭാഷ ഒക്കെ പഠിക്കുകയും അതിലൊക്കെ തിരുവെഴുത്ത് വായിക്കാൻ പഠിക്കുകയും ഒക്കെ ചെയ്യാം. പക്ഷെ അത് മനുഷ്യന്റെ യുക്തി ഉപയോഗിച്ച്, ബുദ്ധി ഉപയോഗിച്ചാണ് പഠിക്കുന്നത്. ആ പഠിക്കാം, പ്രസംഗിക്കാം, ക്ലാസ്സുകൾ എടുക്കാം, ഒക്കെ ചെയ്യാം. പക്ഷെ ജീവിതത്തിൽ വലിയ മാറ്റം ആ പഠിക്കുന്ന വ്യക്തിക്കാണ്. പഠനം സ്വീകരിക്കുന്നത് ചിലപ്പോൾ അതാണ് അതിൻ്റെ പ്രത്യേകത. ഇവിടെ പറയുന്നത് I received from the Lord. I have received from the Lord that which I also delivered to you എന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിച്ചു എന്നാണ് പുസ്തകം. അപ്പൊ നമ്മളുടെ ജീവിതത്തിൽ
നമ്മൾ തിരുവെഴുത്ത് പഠന പല രീതികളാണ്. നമ്മൾ വായിക്കുന്ന സമയത്ത് നമ്മൾക്ക് ദൈവത്തിന്റെ പാദപീഠത്തിൽ നിന്ന് കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് പ്രാപിക്കുന്ന ആഗ്രഹത്തോടുകൂടെ നിൽക്കുമ്പോൾ ദൈവം നമുക്ക് തന്റെ വചനത്തെ വെളിപ്പാടായി നൽകും. നമുക്ക് ബുദ്ധിക്ക് അറിവ് കിട്ടിയിട്ട് കാര്യമില്ല, മനസ്സിന് ചിന്തയായിട്ട് കിട്ടിയിട്ട് കാര്യമില്ല. നമ്മുടെ ആത്മാവിൽ ദൈവത്തിന്റെ ആത്മാവ് പ്രത്യേകം നമുക്ക് തിരുവെഴുത്തുകളെ നൽകും, വെളിപ്പാടായി തരണം. ആ വെളിപ്പാട് നാം സ്വീകരിച്ച് ആ വെളിപ്പാടിൽ വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് രൂപാന്തരം വരും. എന്താണ് അതിന്റെ പ്രത്യേകത? റെവലേഷനും റീസണും, യുക്തിയും വെളിപ്പാടും യുക്തിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ദൈവവചനത്തെ യുക്തി കൊണ്ട് അറിയുന്ന ധാരാളം പേരുണ്ട്. അല്ലെ? കൊറിന്ത്യ ലേഖനം 8-ാം അധ്യായം, 1 കൊരിന്ത്യ ലേഖനം തന്നെ 8-ാം അധ്യായം നമ്മൾ വായിക്കുന്നത് വിഗ്രഹാർപ്പണയുടെ കാര്യം പറഞ്ഞല്ലോ. നമുക്കെല്ലാവർക്കും അറിവുണ്ടെന്ന് നാം അറിയാം. എന്നാൽ നമുക്കറിയാം, അറിവ് ചീർപ്പിക്കുന്ന സ്നേഹമോ ആത്മീയവർക്കും. അറിവ് 66 പുസ്തകങ്ങളുണ്ട്, കാനൂനികമായ പുസ്തകങ്ങളാണ് എന്നൊക്കെ പഠിച്ച് നമ്മൾ ആ തിരുവെഴുത്തുകളെ ഈ 66 പുസ്തകങ്ങളും എത്ര പഠിച്ചാലും നമുക്കതിന്റെ വ്യക്തത ലഭിക്കില്ല. പഠനത്തിന്റെ കാര്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ എത്ര പഠിച്ചത്? ഇന്നൊക്കെ ആളുകൾ 2 വർഷത്തെ ഡിപ്ലോമ, 3 വർഷം ഡിഗ്രി പഠനം, അത് കഴിഞ്ഞൊരു PG പഠനം, വീണ്ടും MPhil PhD ഒക്കെ തിരുവെഴുത്തിൽ എടുക്കുന്നത്. പൗലോസ് 25 വർഷത്തിലധികമാണ് തിരുവെഴുത്ത് പഠിച്ചത്. ഗമാലിയലിന്റെ കീഴിൽ പഠിച്ചു നമ്മൾ കേൾക്കാം. അപ്പൊ അവന്റെ ചെറുപ്പകാലം മുതൽ ഹയർ സ്റ്റഡി ഉൾപ്പെടെ 25 വർഷത്തിൽ മേലെ, 1/4 നൂറ്റാണ്ടിലധികം തിരുവെഴുത്ത് പഠിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷേ ആ പഠനം പൗലോസിനെ എവിടെയാണ് എത്തിച്ചത്? പൗലോസ് യേശു ക്രിസ്തു പ്രത്യക്ഷമായപ്പോൾ ക്രിസ്തുവിനെ അറിഞ്ഞില്ല. പിന്നീട് നമ്മൾ അവനെ കാണുന്നത് സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുന്ന സമയത്ത് നേതൃത്വം കൊടുത്തു പൗലോസ്. ദേശം മുഴുവൻ നടന്ന് ക്രിസ്തുവിന്റെ സഭയെ ഉപദ്രവിക്കുന്ന ഒരാളായിട്ടാണ്. അപ്പൊ അവന് ജ്ഞാനമുണ്ടായിരുന്നു, മശിയ വരുന്നു അറിയാം. പക്ഷേ ഹെരോദ രാജാവ് വിദ്വാൻമാർ വന്ന സമയത്ത് മശിയ എവിടെ ജനിക്കാൻ ശാസ്ത്രിമാരെ വിളിച്ചു ചോദിച്ചു. പെട്ടെന്ന് അവർ പറഞ്ഞു യഹൂദയിലെ ബേത്ലഹേമിലാണ്. അത് മീഖാ പ്രവചനം 5:2 യേശുക്രിസ്തു എവിടെ ജനിക്കാൻ എഴുതിയത് ഹെരോദാണെന്ന് പറഞ്ഞു. അതനുസരിച്ചാണ് ആ വിദ്വാൻ വരെ നമ്മളുള്ളത്. അപ്പൊ ആ വക വെളിപ്പാടൊന്നും പൗലോസിന് ഈ വന്നിരിക്കുന്ന യേശു മശിഹയാണ്, ഇവനെ യഹൂദന്റെ മാത്രമല്ല ലോകത്തിന് മുഴുവൻ രക്ഷകനായ ദൈവം അയച്ചതാണ് എന്ന് വിശ്വസിക്കാൻ അന്ന് കഴിഞ്ഞു. അങ്ങനെ ഒരു വെളിപ്പാട് പൗലോസിന്റെ 25 വർഷത്തിൽ മേലെയുള്ള പഠനം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്ന് 2 വർഷം, 3 വർഷം, 4 വർഷം, 5 വർഷം, 10 വർഷം പഠിച്ചാൽ ആ പഠനം കൊണ്ട് നമുക്ക് തിരുവെഴുത്ത് പ്രകാരമുള്ള ഗുണം വരുന്നുണ്ടോ? ആ ഗുണം വരണമെങ്കിൽ ദൈവത്തിന്റെ പാതവിടെ നമ്മളിൽ അവനിൽ നിന്നും നേരിട്ട് പരിശുദ്ധാത്മ നേരിട്ട് നമുക്ക് വെളിപ്പാടായി എഴുത്തുകാരൻ വചനം. അത് നമ്മളുടെ രൂപാന്തരത്തിന് വേണ്ടി നമ്മളോട് നടക്കേണ്ട ദൈവപ്രവൃത്തിക്ക് വേണ്ടി കർത്താവ് തരുന്നതാണ്. അപ്പൊ നമ്മൾക്ക് എല്ലാവരും ഈ അപ്പോസ്തലൻ പ്രാപിച്ചതുപോലെ നേരിട്ടുള്ള ദൈവത്തിന് വെളിപ്പാട് സ്വീകരിക്കുക. ഐ ഹാവ് റിസീവ്ഡ് ഫ്രം ദ ലോർഡ്. അപ്പൊ ആ തിരുവെഴുത്ത് നാം ദൈവസ്ഥാനത്ത് നേരിട്ട് പ്രാപിക്കും. എല്ലാവരും ബൈബിൾ കോളേജ് അധ്യാപകർ പ്രാപിക്കണം, അതുപോലെ തന്നെ പാസ്റ്റർമാർ പ്രാപിക്കണം, വിശ്വാസികൾ പ്രാപിക്കണം. എല്ലാവരും തിരുവെഴുത്ത് ദൈവവചനം വെളിപ്പാടായി പ്രാപിക്കാത്ത ഒരാൾക്കും തന്നെ രൂപാന്തരപ്പെട്ട ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ യുക്തിയും വെളിപ്പാടും തമ്മിലുള്ള വ്യത്യാസം, യുക്തി അറിവ് നമ്മളെ ചീർപ്പിക്കും. നമുക്ക് ഏതൊരു വിഷയം വരുമ്പോഴേക്കും അത് സംസാരിക്കാൻ പറ്റും. പക്ഷെ സ്നേഹമോ ആത്മീയവർദ്ധമോ ദൈവത്തിന്റെ സ്നേഹം നമുക്ക് ലഭ്യമായ യുക്തി അറിവിൽ കിട്ടില്ല. വെളിപ്പാടിൽ ദൈവം തന്റെ സ്നേഹത്തെ നമുക്ക് പകർന്നു തരികയാണ്. ആ സ്നേഹത്തോടുകൂടെയാണ് നമുക്ക് വെളിപ്പാട് നമുക്ക് ദൈവത്തെ അനുസരിപ്പാനൊക്കെ ഉണ്ടാകും. മാത്രമല്ല, എന്തിനാണോ ദൈവം വെളിപ്പാട് തന്നിരിക്കുന്നത് ആ വെളിപ്പാട് അനുസരിച്ച് നാം സ്നേഹിക്കേണ്ടത് സ്നേഹിക്കാനും നാം ത്യാഗം സഹിക്കേണ്ടത് ത്യാഗം സഹിക്കാനും എന്താണോ വെളിപ്പാട് നാം നമ്മിൽ മാറ്റാൻ വരുന്നത് ആ മാറ്റം ദൈവമായ കർത്താവ് കൊണ്ടുവന്നൊരു സ്തോത്രം. അതുകൊണ്ട് വെളിപ്പാട് പ്രാപിക്കുന്നത് ദൈവശക്തി നാം വളരെ അത്യാവശ്യമായിരുന്ന ഒരു കാര്യമാണ്. സ്തോത്രം. അപ്പൊ ഇവിടെ നമ്മൾക്ക് പല സ്ഥലത്തും കർത്താവ് ഇതിനെക്കുറിച്ച് പറയുന്ന അനേക കാര്യങ്ങൾ വെളിപ്പാടും ദൈവവചനത്തിൽ തമ്മിൽ വെച്ച് വ്യത്യസ്തമായി നാം മനസ്സിലാക്കണം. ഈ അപ്പോസ്തലന്മാർ 12 പേര് അല്ല ഈ തിരുഭാഗം എഴുതിയിരിക്കുന്നത്. കാരണം ഇത് പൗലോസിനെ
പോലെ മറ്റൊരാൾ അത്രയും യോഗ്യ. അപ്പോസ്തലന്മാർ 12 പേരുണ്ടായിരുന്നു. പക്ഷെ അവരൊന്നും എഴുതാതെ അതിന് ശേഷം വന്നിരിക്കുന്ന അപ്പോസ്തലനാണ് പൗലോസ്. അവനെക്കൊണ്ടാണ് എഴുതിച്ചത്. പത്രോസിന് ഈ ഭാഗം എത്രമാത്രം എഴുതാൻ പറ്റും? പത്രോസ് കുറവുള്ള ആള് പത്രോസ്. എന്നാലും നമ്മൾ ഗലാത്യ ലേഖനത്തിൽ പൗലോസും പത്രോസുമായിട്ട് തർക്കം കാണും. എന്താണ്? കൊർന്നല്യോസിന്റെ ഭവനത്തിലേക്ക് കർത്താവ് നൽകിയ വെളിപ്പാടിനനുസരിച്ച് പത്രോസ് പോയി. അവിടെ തിരുവചനം ഘോഷിച്ചു. കൊർന്നല്യോസും തന്റെ ഭവനം രക്ഷിക്കപ്പെട്ടു. അവരാത്മനിറവ് അന്യഭാഷ സംസാരിച്ചതിന് ശേഷമാണ് അവർ സ്നാനമേറ്റതൊക്കെ. ആ നിലയിലൊക്കെ നടത്തി. എന്നാൽ യഹൂദന്മാരായ ദുർവ്യദേഷ്ടന്മാർ നോട്ട് പത്രോസുമായി സംസാരിക്കുക. നീ എന്താണ് ചെയ്തത്? ജാതികളുമായി ആഹാരം കഴിക്കുന്ന യഹൂദന് ശരിയാണോ? അന്ന് എന്താണ് പറയുന്നത്? കുറച്ച് കഴിഞ്ഞപ്പം അവനൊരു മാറ്റം വന്നു. പത്രോസ് അതിൽ മാറ്റം വരുത്തി. പത്രോസ് ആഹാരം കഴിക്കാതിരുന്നു. അപ്പം ഈ അപ്പം വന്നെടുത്ത് നുറുക്കുന്ന സമയത്ത് പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരം, വിശ്വാസികളുടെ തമ്മിലുള്ള ഐക്യം, ഒരേ അപ്പത്തിന്റെ അംശീകളെന്നുണ്ട്. കൊരിന്ത്യ ലേഖനം അതിനെക്കുറിച്ച് 10-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് എന്താണ് ഇതിങ്ങനെയാണ് പറഞ്ഞത്, നിങ്ങൾ വിവേകികൾ എന്ന് വെച്ച് ഞാൻ പറയുന്നത് വിവേചിച്ചു. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലോ. നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മ. അപ്പം ഒന്നാകൊണ്ട് പലരാ ഒരു ശരീരമാകുന്നു. നാം എല്ലാവരും ആ ഒരേ അപ്പത്തിന്റെ അംശികളാകുന്നുവല്ലോ. അപ്പോൾ ക്രിസ്തു സമൂഹത്തിലേക്ക് ക്രിസ്ത്യൻ ദൈവസഭയുടെ ഭാഗമായി തീർന്ന ഒരേ അപ്പത്തിന് അംശികളായ, ഒരേ ശരീരത്തിന് അംശികളായ വ്യക്തികളെ ആ നിലയിൽ കണ്ട് അവരോടൊപ്പം ആഹാരം കഴിപ്പാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പത്രോസായി മാറി. അതിനെക്കുറിച്ചൊരു വാഗ്വാദം ഗലാത്യ ലേഖനം 2-ാം അധ്യായം നമ്മൾ വായിക്കും. അപ്പൊ ഏതുകൊണ്ടും അപ്പോസ്തലന് ദൈവത്തിൽ നിന്ന് നേരിട്ട് പ്രാപിച്ചതിന്റെ പ്രയോജനം കണ്ടില്ലേ? ആ കർത്താവ് അന്നേരം തിരുവത്താഴം നടത്തുന്ന സമയത്ത് കർത്താവ് ആ പെസഹയ്ക്കൊടുവിൽ സിംബോളിക്കലായിട്ടാണ് അപ്പം ഒന്നെടുത്ത് സ്തോത്രം നിന്ന് ഒഴുക്കിയ ശിഷ്യന്മാർക്ക് നൽകി. പാനപാത്രം എടുത്ത് അനുഗ്രഹിച്ച ശിഷ്യന്മാർക്ക് നൽകി. അത് സിംബോളിക്കലായിട്ടാണ് നടത്തുന്നത്. അപ്പോൾ അതിനുശേഷം കർത്താവ് ക്രൂശിൽ മരിക്കുമ്പോഴാണ് ശരിക്കുള്ള തിരുമേശ നമ്മൾ ഓർമ്മയ്ക്കായി ചെയ്യാൻ കർത്താവിന്റെ ശരീരം തകർക്കപ്പെടുന്നത് അവരെ ചിന്ത. എന്താണ് ഈ തിരുമേശയിൽ നിന്നും നമുക്ക് ഗ്രഹിക്കാനുള്ളത്? സാധാരണ നമ്മളൊക്കെയും തിരുമേശ പങ്കെടുക്കുന്നവരാണ്. പക്ഷെ നമ്മൾ അതിന്റെ തിയോളജിക്കൽ ആയിട്ടുള്ള വാദഗതിയിലാണ് കൂടുതൽ മനസ്സിലാക്കിയിരിക്കുന്നത്. അതായത് ഇതാര് കഴിക്കണം? ശിഷ്യന്മാരാക്കാണ് കർത്താവ് നേരുന്ന ശിഷ്യന്മാരാണ് കഴിക്കേണ്ടത്. മാനസാന്തരപ്പെട്ടിരിക്കണം, സ്നാനമേറ്റിരിക്കണം, നിറവ് പ്രാപിക്കുന്നവരിൽ പ്രത്യാശയോടെ കാത്തിരിക്കുന്നവരായിരിക്കണം, ഏതൊരു ഇടർച്ചയും ഇല്ലാത്തവരായിരിക്കണം, ശരീരത്തെ വിവേചിക്കാനും കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പിന്നെ ഇതിന്റെ പല പഠിപ്പിക്കൽ, വ്യത്യസ്ത സഭകളുടെ പഠിപ്പിക്കലുണ്ട്. ദുരുപദേശപരമായി പഠിപ്പിക്കുന്നവരുണ്ട്. അപ്പ വീഞ്ഞുകളെ വാഴ്ത്തി കഴിയുമ്പോൾ, സ്തോത്രം ചെയ്ത് കഴിയുമ്പോൾ അത് യേശുവിന്റെ ശരീരമായി വ്യക്തമായി മാറുന്നു എന്ന വിഷയത്തിൽ പഠിപ്പിക്കലുണ്ട്. വേറൊരു കൂട്ടർ പഠിപ്പിക്കൽ ഈ അപ്പത്തെയും വീഞ്ഞിനെയും സ്തോത്രം ചെയ്ത് കഴിയുമ്പോൾ അത് നമ്മൾ കഴിക്കുമ്പോൾ യേശുവിന്റെ ശരീരമായും യേശുവിന്റെ രക്തമായി നമ്മളിലേക്ക് പോകുന്നത്. വേറൊരു പഠിപ്പിക്കൽ നാം സ്തോത്രം ചെയ്ത് കഴിയുമ്പോൾ ദൈവത്തിന്റെ ആശ്ചര്യ സാന്നിധ്യം ഈ അപ്പത്തിലും വീഞ്ഞിലും നിൽക്കും. മറ്റൊരു പഠിപ്പിക്കൽ സ്വിംഗ്ലി പോലുള്ള ദേവദാസന്മാരുടെ പഠിപ്പിക്കൽ ഓർമ്മയ്ക്ക് ആ കർത്താവിനാണ് പറഞ്ഞത്, എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുന്നത്. അപ്പൊ എന്താണ് വാസ്തവത്തിൽ എന്ത് ഓർമ്മയ്ക്ക് കർത്താവ് ചെയ്തിരിക്കുന്നത്? അത് കർത്താവ് ചെയ്തിരിക്കുന്നത് ദൈവത്തിന്റെ സ്നേഹം പൂർണ്ണമായും വെളിപ്പെടുന്നത് ക്രൂശിലാണ്. പഴയ നിയമസഭയ്ക്കകത്ത് മോശെ അതിശ്രേഷ്ഠനായ വ്യക്തിയാണ് പറഞ്ഞത്. യോശുവയുണ്ട്. അതിനുശേഷം മലാഖി വരെ പ്രവാചകന്മാർ, ശൗൽ മുതലുള്ള രാജാക്കന്മാർ, പുരോഹിതന്മാർ, ഫറോൻ മുതലുള്ള പുരോഹിതൻ, ഇവരെല്ലാവരും ദൈവം നിയോഗിച്ച വാസ്തവത്തിൽ എന്തിനായി? ദൈവം ഇവരെ നിയോഗിച്ചിരുന്നത് യഹോവയായ ദൈവത്തിന്റെ സ്നേഹം തന്റെ ജനത്തിന് വെളിപ്പെടുത്തി കൊടുക്കേണ്ടതിന്, അതിലൂടെ ലോകത്തിലെ മുഴുവൻ മനുഷ്യരും യഥാർത്ഥ ദൈവസ്നേഹം എന്തെന്ന് മനസ്സിലാക്കുന്നതായിരുന്നു അവരെയൊക്കെ നിയോഗിച്ചതിന്റെ പിന്നിൽ ദൈവം ഉദ്ദേശിച്ചത്. എന്നാൽ മോശെ ഇസ്രായേൽ ജനത്തെ നടത്തിക്കൊണ്ടു പോകുന്ന സമയത്ത് ഒരു ഘട്ടം വന്നപ്പോൾ എന്താ ചെയ്തത്? നമ്മൾ സംഖ്യാപുസ്തകം 20-ാം അധ്യായത്തിലാണ് കാണുന്നത്. 12 വായിക്കുമ്പോൾ ദൈവം മോശയോട് പറഞ്ഞ്, ഇനി നീ എൻ്റെ ജനത്തെ കൊണ്ടുപോകും. ജനം മുമ്പാകെ നീ എന്നെ വിശ്വാസത്തിൽ വിശദീകരിക്കാത്തതുകൊണ്ട് എൻ്റെ ജനത്തെ കൊണ്ടുപോകേണ്ടത്. മോശയെ എന്തിനാണ് ദൈവം നിയോഗിച്ചത്? അവനെ നിയോഗിച്ചത് ഇസ്രായേൽ ജനത്തെ മിസ്രയീം അടിമത്തത്തിൽ നിന്ന് വീണ്ടെടുത്ത്
ചെങ്കടൽ കടത്തി മരുഭൂമിയിലൂടെ നടത്തിക്കൊണ്ടുപോയി ഇസ്രായേൽ ജനത്തെ കനാൻ ദേശത്തിലേക്ക് യോർദാൻ കടത്തി അവരെ കനാനിൽ കൊണ്ടുപോയി അവിടുത്തെ രാജാക്കന്മാരെയും ശത്രുജനത്തെ നിഗ്രഹിച്ച് ആ ദേശം ജനതയ്ക്ക് ചീറ്റിട്ട് വിഭാഗിച്ച് നൽകുക എന്നുള്ള ദൗത്യമാണ് മോശയെ ഏൽപ്പിച്ചിരുന്നത്. സ്തോത്രം. എന്നാൽ എന്താ സംഭവിച്ചത്? ഒരിക്കൽ മോശയോട് പറഞ്ഞു പാറയ്ക്കടിക്കാൻ വെള്ളമില്ലാതിരുന്നപ്പോൾ പാറയ്ക്കടിച്ച് വെള്ളം കൊടുത്തു. രണ്ടാമത് ദൈവം പാറയോട് കൽപ്പിക്കാനാണ് പറഞ്ഞത്. ജനത്തെ വിളിച്ചു വരുത്തി ജനം കേൾക്കെ പാറയോട് കൽപ്പിക്കാനാണ്. അപ്പോൾ മോശ എന്താ ചെയ്തത്? പാറയ്ക്ക് അടിച്ചു. എന്താണ് പാറയ്ക്ക് അടിക്കാൻ കാരണം? ജനങ്ങളെല്ലാവരും കൂടെ വലിയ പ്രശ്നം ഉണ്ടായിക്കളഞ്ഞു. വെള്ളം കൊടുക്കാത്ത നിമിത്തം, വെള്ളം കിട്ടാത്ത നിമിത്തം ജനത്തിന് ദാഹിച്ച്, മൃഗങ്ങളുണ്ട് ലക്ഷക്കണക്കിന് മനുഷ്യരും മൃഗങ്ങളും ഒരുമിച്ച് ദാഹിച്ച് വല്ലാത്തൊരു ഇതിലാണ്. ആ സമയത്ത് ദൈവം ചെയ്ത നന്മളെ ഓർക്കാൻ, ദൈവത്തോട് സ്നേഹമോ നന്ദിയോ ഇല്ലാതെ ദൈവത്തോട് പിറുപിറുക്കാനും മോശയോടും അഹരോനോടൊക്കെ ഭയങ്കര എതിർപ്പ് പ്രകടിക്കാൻ ജനിച്ചത്. അപ്പൊ അവരോടുള്ള രോഷപ്രകടനം മോശയ്ക്ക് ആ സമയത്ത് യഹോവയായ ദൈവം തന്നെ ജനത്തെ സ്നേഹിപ്പാൻ കഴിയാതെ പെട്ടെന്ന് അവനുള്ളിൽ കോപം വന്നു. അഹരോന് കോപം. ആ കോപത്തിൽ പരമ്പരയും പാറയെ അടിച്ചു. ദൈവം വെള്ളം കൊടുക്കാൻ ബാധ്യസ്ഥനല്ല, എന്നാലും ദൈവത്തിന് സ്നേഹനിമിത്തം കർത്താവ് പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ചു. അവരെല്ലാവരും മൃഗങ്ങൾ ഉൾപ്പെടെ സമൃദ്ധിയായി കുടിച്ചു എന്നുള്ളതാണ് സത്യം. പക്ഷെ പിന്നീട് ഇസ്രായേൽ ജനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവം അനുവദിച്ചിട്ടില്ല. പിന്നെ യോശുവയെ ശുശ്രൂഷ ഏൽപ്പിക്കാൻ പറഞ്ഞു. മോശെ ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിച്ചു. അതിൽ ഓരോ ഗോത്രത്തെയും 33-ാം അധ്യായം അവർ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഓരോ ഗോത്രത്തെയും മോശയെ അനുഗ്രഹിക്കുന്നതാണ് നമ്മൾ. അവന്റെ ശുശ്രൂഷ കർത്താവ് അവനെ തള്ളിക്കളഞ്ഞില്ല. പക്ഷെ അവനെ ദൈവം പിന്നീട് മോശെ ശുശ്രൂഷയെന്ന് അങ്ങ് നിർത്തി അവനെ കർത്താവ് സ്വീകരിക്കുന്നതാണ്. പിന്നെ യോശുവാണ് അറിയുന്നത്. ഈ പറഞ്ഞ ആർക്ക് യഥാർത്ഥ ദൈവസ്നേഹം വെളിപ്പെടുത്താൻ കഴിയുന്നുണ്ടോ? അപ്പൊ ആ ദൈവത്തിന്റെ സ്നേഹം ക്രിസ്തു ക്രൂശിലൂടെ വെളിപ്പെട്ടു. എന്താണ്? തന്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടത് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. കർത്താവിന്റെ സ്നേഹമാണ് ക്രിസ്തുവിനെ ക്രൂശിൽ തകർക്കാൻ കാരണമായി തീർന്നത്. അത് യെശയ്യാപ്രവചനം 53-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറഞ്ഞത് അവനെ തകർത്ത് കളയാൻ ദൈവത്തിന് ഇഷ്ടം തോന്നി എന്നാണ് പറഞ്ഞത്. യേശു ക്രിസ്തുവിന്റെ ശരീരത്തെ തകർത്ത് കളയേണ്ടതിന് ഏലി ഏലി ലമ ശബ്ദാനി, എന്റെ പിതാവ് നീ അവനെ കൈവിട്ടത് എന്ന് കർത്താവ് ഒരു ചോദ്യം ക്രൂശിൽ കിടന്ന് ചോദിക്കുന്നു. ഉടനെ അടുത്തത് വരുന്നത് എന്താണ്? ഇസ്രായേലിന്റെ സ്തുതിമേൽ നീ പരിശുദ്ധനാകുന്നുവല്ലോ എന്ന് പറഞ്ഞിട്ട് സ്തുതിയാണ് അർപ്പിക്കുന്നത്. അപ്പൊ അവിടെ ആ പുത്രന്റെ ശരീരത്തെ തകർക്കുന്നില്ല എങ്കിൽ എന്റെയും നിങ്ങളുടെയും നമ്മുടെയൊക്കെയും പാപം നമ്മൾ മേലിരിക്കും, നമ്മുടെ ശാപം നമ്മൾ മേലിരിക്കും, നമ്മുടെ രോഗം നമ്മൾ മേലിരിക്കും, നമ്മുടെ ഏകാന്തം നമ്മൾ മേലിരിക്കും, നമ്മുടെ ദാരിദ്ര്യം കഷ്ടത പ്രയാസം നമ്മളിരിക്കും. നമുക്കത് മോചനമില്ല. അങ്ങനെ നമുക്ക് ശാശ്വതമായ വിടുതൽ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ സമ്പൂർണതയാണ് ക്രൂശിൽ വെളിപ്പെട്ടത്. അത് തിരുവത്താഴം കഴിക്കുന്ന സമയത്ത് ആളുകൾ എന്താ ചെയ്യുന്നത്? നടത്തുന്ന പാസ്റ്റർമാര് ശുശ്രൂഷന്മാരാകട്ടെ, അത് കഴിക്കുന്ന ദൈവജനമാകട്ടെ, അവരെല്ലാവരും തിയോളജിക്കലിയാണ് അർത്ഥം ഗ്രഹിക്കുന്നത്. ഇത് യേശുവിന്റെ ശരീരത്തിന്റെ ഓർമ്മയ്ക്കായാണ് ചെയ്യേണ്ടത്. നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ആ അറിവ് നല്ലവണ്ണം ഉള്ളവർ തന്നെയാണ് നമ്മൾ കഴിക്കുന്നത് പോലെ തന്നെയാണ് ഇത് കഴിക്കേണ്ടത് തിയോളജിക്കലി. എന്നാൽ ദൈവശാസ്ത്രപരമായി അല്ലെ തിയോളജിക്കലായിട്ടുള്ള അറിവിനപ്പുറത്തേക്ക് കർത്താവിന്റെ ക്രൂശീകരണത്തിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ സ്നേഹം. നമ്മൾ ഇങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ, കൽവരി ക്രൂശിൽ കാണും സ്നേഹത്തിൻ പൂർണ്ണത ശത്രുവമെന്നെയും മിത്രമാക്കിയേ എന്ന് പാട്ടില്ലേ? ക്രൂശിലാണ് സ്നേഹത്തിന്റെ സമ്പൂർണ്ണത വെളിപ്പെട്ടത്. യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചതിലൂടെ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ സമ്പൂർണ്ണത നമ്മൾ എന്നാ പഠനമൊക്കെ വായിച്ചു കഴിഞ്ഞത് ഭയങ്കര ന്യായവിധിയും ജനത്തിന് ബുദ്ധിമുട്ടും കഷ്ടതയും ക്ലേശവും മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്നതിൽ യുദ്ധപ്രാപ്തന്മാരായി യോശുവയും കാലേബും ആരും കനാനിൽ പ്രവേശിച്ചില്ല. മോശയ്ക്ക് പോലും കനാനിലേക്ക് പോകാൻ കഴിഞ്ഞില്ല, അഹരോന് പോകാൻ കഴിഞ്ഞില്ല, മിദ്യാമിന് പോകാൻ കഴിഞ്ഞില്ല. അങ്ങനെ ദൈവം മനുഷ്യരോട് ഭയങ്കരമായി ഇടപെടുന്നു എന്നൊരു തോന്നലാണ് ജനത്തിന് പൊതുവെയുള്ളത്. വാസ്തവത്തിൽ അതായിരുന്നു പഴയ നിയമത്തെയും പഴയ നിയമത്തെ മൊത്തത്തിൽ കർത്താവ് ക്രോഡീകരിച്ച് പറഞ്ഞു. ദൈവമായ കർത്താവിനെ പൂർണ്ണഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക, അയൽക്കാരനെ പോലെ സ്നേഹിക്കുക. ഇതിൽ ന്യായപ്രമാണവും പ്രവാചകപുസ്തകങ്ങളും
അടങ്ങിയിരിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ സ്നേഹമാണ് കർത്താവ് പഴയ നിയമത്തിൽ വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ദൈവത്തെ വിശ്വസിക്കാൻ, അനുസരിക്കാൻ തയ്യാറില്ലാതെ ദൈവത്തെ വിട്ട് മാറിയ സ്വന്തം വഴിയിൽ നടന്നവർക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ കണ്ടുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നത് ദൈവം ഒരു സ്ട്രോങ്, ഒരു ഭയങ്കര ക്രോധം വഹിക്കുന്ന ദൈവം, ആ ക്രോധത്താൽ തന്റെ ജനത്തെ ഉപദ്രവിച്ചു, ആ ക്രോധത്താൽ ജനത്തെ സംഹരിച്ചു മരുഭൂമിയിൽ വെച്ച്. അങ്ങനെയുള്ള പഴയ ആളുകളെ എല്ലാവരെയും പുറപ്പെട്ടു പോകുന്ന 20 വയസ്സിന് മേലേക്ക് യുദ്ധപ്രാപ്തനെ എല്ലാവരെയും സംഹരിച്ചു കളഞ്ഞു. അതില് യോശുവയും കാലേബിനും മാത്രമേ കനാനിൽ പ്രവേശിപ്പാൻ കഴിഞ്ഞുള്ളൂ. ഇങ്ങനെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഇത് അസാധാരണമായ വഴിയാണ്. ഇത് ആർക്കും അനുസരിച്ച് നടക്കാൻ പറ്റുന്നില്ല. അത്രയും ബുദ്ധിമുട്ടാണ്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ വകയോ ഒരു ബുദ്ധിമുട്ട് വളരെ സുഖമാണ് കാണുന്നത്. വാസ്തവത്തിൽ പഴയ നിയമത്തിൽ ദൈവം തന്നെ ജനത്തെ സ്നേഹിച്ചതാണ്. ജനത്തിന്റെ കണ്ണുനീര് കണ്ട് അവർ നിലവിളി ദൈവസന്നിധിയിൽ കർത്താവ് മോശയും അഹരോനെയും ജനത്തെ വീണ്ടെടുക്കുന്ന ശ്രമിലേക്ക് അയച്ചതാണ്. ദൈവത്തിന് തന്റെ ജനത്തുള്ള സ്നേഹം വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. ദൈവം ആ ജനത്തെ മാത്രമല്ല, ലോകത്തിലെ സകല ജനതയെ സ്നേഹിക്കുന്ന ദൈവം മാത്രമാണ്. ദൈവത്തിന്റെ ആ സ്നേഹത്തിന്റെ സമ്പൂർണത വെളിപ്പെടുന്നതിൽ മോശ മുതലുള്ള എല്ലാ ശുശ്രൂഷമാരും പരാജയപ്പെടുക തന്നെയാണ് ചെയ്തത്. വിജയം 100% ജയിച്ചത് കർത്താവ് യേശു ക്രിസ്തുവാണ്. അപ്പൊ തിരുമേശ നമ്മൾ കഴിക്കുമ്പോൾ ദൈവശാസ്ത്രമായി നമ്മൾ തള്ളിക്കളയേണ്ട ആ ആശയം നല്ലത് തന്നെ. ശിഷ്യന്മാരാണ്, ഓർമ്മയ്ക്കായിട്ടാണ് കഴിക്കുന്നത്, ശരിയാണ്. എന്നാൽ നമ്മൾ ഇതിൽ ഉൾക്കൊള്ളേണ്ടത് ഈ തിരുമേശ ദൈവത്തിന്റെ സ്നേഹത്തെ വെളിപ്പെടുത്തിയതായിരുന്നു. അപ്പം ദൈവത്തിന്റെ സ്നേഹം എനിക്ക് വെളിപ്പെട്ടതാണ് ഞാൻ അനുഭവിക്കുന്നത്. ആ ഓർമ്മ എനിക്ക് വരുന്നത് ഈ തിരുമേശ കഴിക്കുമ്പോൾ. അപ്പൊ കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്താണ് കുറ്റം വരുന്നത്? നിങ്ങൾക്ക് എന്താണ് കുറ്റം വരുന്നത്? ആളുകൾ പറയുന്നത് അയോഗ്യമായി അപ്പം തിന്നുകയോ പാൻ വന്ന് കുടിക്കുന്നവൻ തന്റെ എന്താണ് ശിക്ഷാവി തിന്നുന്നു, കുടിക്കുന്നു, ഈ നിമിത്തം അനേകരും രോഗികളാകുന്നു, നിദ്ര കൊള്ളുന്നു എന്നൊക്കെ വായിക്കുന്നുണ്ട് നമ്മൾ. അങ്ങനെ കുറ്റക്കാരാകാതിരിക്കാൻ നമ്മൾ എന്തെങ്കിലും ഭാര്യയുമായി അകൽന്നിരിക്കുക, അല്ലെ ആരുമായി എന്തെങ്കിലും ഒരു കശവിഷം ഉണ്ടാക്കിയവർ അതൊക്കെ സമ്മതിക്കാൻ ഏറ്റുപറയാൻ എനിക്ക് തയ്യാറെ നിനക്ക് പ്രാപിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെയുള്ളവർ കഴിക്കാനാണ് സ്വന്തമായി ഈ തിരുമേശ കഴിക്കുന്നതിന്റെ ശാസ്ത്രമായ അർത്ഥം. അതല്ല, തിരുമേശയിൽ കണ്ടിരിക്കുന്നത് കർത്താവിന്റെ ശരീരം തകർക്കപ്പെടുന്നതിൽ, കർത്താവിന്റെ രക്തം ചിന്തപ്പെടുന്നതിൽ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ സമ്പൂർണതയാണ് ക്രൂശിൽ വെളിപ്പെട്ടത്. ആ സ്നേഹത്തിന്റെ സമ്പൂർണത ക്രിസ്തുവിലൂടെ വെളിപ്പെട്ടു. ഇന്ന് ക്രിസ്തുവിന്റെ ശരീരം എന്ന സഭയാണ് പോകുന്നത്. നിങ്ങൾ ആ ദൈവസഭയുടെ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗങ്ങളാണ്. നമ്മളിലൂടെ വെളിപ്പെടേണ്ടതും ഈ സ്നേഹമാണ്. ക്രൂശിൽ വെളിപ്പെടുത്തിയ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ സമ്പൂർണ്ണ വെളിപ്പെടുത്താൻ നമ്മളെ ദൈവമായ കർത്ത ലോകത്ത് തിരഞ്ഞെടുത്തത്. നാം ഈ തിരുമേശ കഴിക്കുമ്പോൾ നാം ദൈവശാസ്ത്രമാരെ ഒരാളും കഴിക്കാതെ അത് കഴിക്കണം, അത് ഉപയോഗിക്കണം. എന്നാൽ അതിലുപരിയായി ഇതിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ സ്നേഹം എന്നിലൂടെ വെളിപ്പെട്ടത്. എന്നെ ദൈവം സ്നേഹിച്ചു നിങ്ങളെ എന്നാണ് അറിയുന്നത്. എന്നിൽ നിന്നും ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങളേക്ക് ഉണ്ടെങ്കിലേ എന്നെ ദൈവം സ്നേഹിച്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് നിങ്ങളിൽ നിന്നൊക്കെയും നിങ്ങളെ കർത്താവ് സ്നേഹിച്ചു എന്ന് പറയുന്നത് തിരുവച്ച് വായിച്ചറിയല്ല. നിങ്ങളിൽ നിന്നും ക്രിസ്തുവിന്റെ സ്നേഹം പുറത്തേക്ക് പോകുമ്പോഴാണ് നിങ്ങൾ ക്രിസ്തുവിന്റെ സ്നേഹം അനുഭവിച്ചു നമുക്ക് അറിയാം. അപ്പൊ നമ്മൾ ഇന്ന് ക്രിസ്തു അന്ന് കാണിച്ച, ക്രിസ്തുവിൽ നിന്ന് വെളിപ്പെടുത്തിയ ആ ദൈവസ്നേഹം അതിന്റെ ഓർമ്മയ്ക്ക് നമ്മൾ തിരുമേശ കഴിക്കുമ്പോൾ ഓർക്കണം, ദൈവത്തിന്റെ സ്നേഹത്തിന് സമ്പൂർണതയാണ് ക്രിസ്തു എന്നോട് ക്രൂശിൽ വെളിപ്പെടുത്തിയത്. എൻ്റെ പാപത്തെ സമ്പൂർണമായി അവൻ എടുത്തു. എൻ്റെ ശാപത്തെ അവൻ ശിക്ഷ അവൻ വഹിച്ചു. എൻ്റെ രോഗങ്ങളെ, എൻ്റെ വേദനകളെ ചുമന്നു. എൻ്റെ ഏകാന്തതയെ അവൻ എടുത്ത് എനിക്ക് ദൈവമായുള്ള കൂട്ടായ്മയിലേക്ക് കൊണ്ടുവന്നു. എന്നെ ആ ദൈവത്തിന്റെ സ്നേഹത്താൽ സ്നേഹിച്ച, നിത്യസ്നേഹത്താൽ സ്നേഹിച്ച ദൈവത്തിന്റെ സ്നേഹം, ഈ സ്നേഹം എന്നിലൂടെ ഒഴുകാൻ ഞാൻ സമ്മതിക്കും. ഇതല്ലാതെ മറ്റൊന്നും എന്നിൽ നിന്ന് ഇനി ഒരിക്കലും പുറപ്പെടാൻ ഞാൻ സമ്മതിക്കുകയില്ല. അങ്ങനത്തെ തീരുമാനത്തോടെയാണ് നാം കഴിക്കുന്നെങ്കിൽ നാം വീണ്ടും ശിക്ഷാവിധിനകപ്പെടില്ല. കാരണം നമ്മൾ ദൈവത്തിന്റെ സ്നേഹം നല്ല പകരും. അപ്പൊ കർത്താവ് ഇനിയും നമ്മളിനി ഇത് നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, യേശു ക്രിസ്തു ആർക്കാണ് തിരിച്ചു കൊടുത്തതെന്ന്. നമ്മൾ ഈ വായിച്ച യോഗ്യതയെല്ലാം ഈ പറഞ്ഞ ഏതെങ്കിലും ഈ 12 പേരിൽ
യൂദാ ഇസ്കരിയോത്ത ഉൾപ്പെടെയുള്ള ആർക്കെങ്കിലും ഉണ്ടായി? യേശു കൊടുത്ത തിരുമേശ ഒന്ന് യൂദായിക്കാണ് തന്നെ ഒറ്റിക്കൊടുക്കുന്ന, അറിയാം, നേരത്തെ അറിയാം ഇവൻ ഒറ്റിക്കൊടുക്കുന്നു, അവനാണ് കൊടുക്കുന്നത്. അവനാണെങ്കിൽ അവരോടൊക്കെ പുരോഹിതന്മാരെയൊക്കെ കണ്ട് സംസാരിച്ച് എല്ലാം പറഞ്ഞു ചെല്ലാൻ വന്നിരിക്കുകയാണ്. കുറച്ചു സമയത്ത് കർത്താവ് അവസാനം അവനോട് പറഞ്ഞു, സ്നേഹിത, ചുംബനത്തോടെയാണോ മനുഷ്യത്വം കാണിച്ചു കൊടുക്കുന്നത് ചോദിച്ചത്. അപ്പൊ കർത്താവിന്റെ ആ സ്നേഹത്തോടുകൂടിയുള്ള വാക്ക് യൂദായുടെ ഹൃദയം തകർത്തുകൾ. നാം മത്തായി സുവിശേഷം 27-ാം അധ്യായത്തിൽ വായിക്കുന്നത് എന്താണ്? യൂദയുടെ അനുതാപത്തെ കുറിച്ചാണ്. ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തു, ഞാൻ പാപം ചെയ്തു. സമ്മതി ആരും മുമ്പാകെ സമ്മതിക്കുന്നു. യൂദ അവന്റെ സ്വന്തം മനസാക്ഷി മുമ്പാകെയാണ് സമ്മതി. അതുകൊണ്ട് അവൻ കർത്താവിന്റെ ആ സ്നേഹത്തിലുള്ള സ്നേഹിത, അഗാപ്പെ സ്നേഹമല്ലാതെ വേറെ സ്നേഹം കർത്താവിനില്ലല്ലോ, ആ സ്നേഹത്തിലുള്ള വാക്ക് യൂദ കേട്ട സമയത്ത് അവന്റെ ഹൃദയം തകർന്നു. അങ്ങനെ അവന് പിടിച്ചിരിക്കാൻ പറ്റില്ല. കർത്താവ് ക്രൂശിക്കപ്പെടുന്നുണ്ട്, കെട്ട് ഞാൻ ചത്തു കളഞ്ഞല്ലേ നമ്മൾ വായിക്കുന്നു. സ്തോത്രം. അതെന്താണ്? അപ്പൊ ആ കർത്താവ്, ആ സ്നേഹം, കർത്താവ് അപ്പം കൊടുക്കുക മാത്രമല്ല, അപ്പം കൊടുത്തപ്പോൾ കർത്താവ് കൊടുക്കുന്ന അപ്പം എന്ന് വെച്ചാൽ അന്നേരം കർത്താവിനെ സ്നേഹിക്കുന്നവരല്ല വാസ്തവമായി ഈ ശിഷ്യന്മാർ, ഇവൻ കർത്താവിനെ ഒറ്റിക്കൊടുക്കുന്ന യൂദാസ്കുരത്താവണം. അവനെ കർത്താവ് സ്നേഹിച്ചിരിക്കുകയാണ്. സ്നേഹത്തിന്റെ വാക്കുകൾ അവനോട് പറഞ്ഞപ്പോൾ ആ വാക്കുകളാണ് അവന്റെ ഹൃദയത്തെ പേരി തകർത്ത് കളഞ്ഞത്. അങ്ങനെ അവൻ മരിക്കുന്നത്. അപ്പോൾ ആ സ്നേഹത്തിന്റെ വാക്കിന്റെ ശക്തി കണ്ടോ? പിന്നെ ഒന്ന് കൊടുത്ത ആർക്കാണ്? പത്രോസിനാണ്. പത്രോസ് എന്താ ചെയ്തത്? എല്ലാവരും അങ്ങനെ തള്ളി പറഞ്ഞാൽ കർത്താവേ ഞാൻ തള്ളിപ്പറ, ഞാൻ ഇവിടെ മരിക്കാൻ തയ്യാറാണ്. അങ്ങനെ ഇന്ന് രാത്രിയിൽ കോഴി 2 വട്ടം കൊന്നിട്ട് നീ എന്നെ 3 വട്ടം തള്ളി. പത്രോസിനോട് കർത്താവ് പറഞ്ഞു. അങ്ങനെ സംഭവിച്ചോ? അപ്പം കർത്താവിനറിയാം, ആ കർത്താവ് അപ്പം കൊടുക്കുന്നവൻ, കർത്താവ് പാനപാത്രം കൊടുക്കുന്നവൻ അന്ന് രാത്രിയിൽ കർത്താവിനെ തള്ളി പറയാനുള്ള വ്യക്തിയാണെന്നറിയാം. അവനാണ് കൊടുത്തത്. അവിടെ സ്നേഹം കർത്താവ് വെളിപ്പെടുന്നത്. മറ്റൊന്നാൾക്കാണ് യോഹനാനാണ്. യോഹനാൻ തന്റെ വസ്ത്രം വിട്ടിട്ട്, അവന് ഗലീലക്കാരനുള്ള ആളാണ് അറിയാതിരിക്കാൻ അവർക്ക് ഓടിക്കളയാൻ. 12 ശിഷ്യന്മാരും അവനെ വിട്ടുപോയി. നമ്മുടെ യെശയ്യാവിലാണ് വായിക്കുന്നത്. അവൻ ഏകാന്തതയോടായത്. എല്ലാവരും അവൻ ഉപേക്ഷിച്ച്, എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടാനായി കർത്താവ് കണ്ടു. ലോകത്തിലും തന്നോടൊപ്പം നിൽക്കാനും, തന്റെ പാതപെടുത്തി തന്നിൽ നിന്ന് കേൾക്കാനും, ലോകത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുവാൻ, രോഗികളെ സൗഖ്യമാക്കുവാൻ, രാജ്യത്തിന് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് തെരഞ്ഞെടുത്തായി 12 അപ്പോസ്തലന്മാരും കർത്താവിനെ വിട്ടുപോയി. എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടായി കർത്താവ് നിൽക്കും. അത് അറിയാൻ കർത്താവ്. എന്നിട്ടും ഈ യോഹന്നാൻ എവിടെ ചെന്നാലും കർത്താവിനോട് ചേർന്ന്, മാറോട് ചേർന്നാണ് ഇരിക്കുന്നത്. എന്നിട്ട് ആണ് അവനെ തിരുമേശ വാങ്ങി കഴിച്ചത്. പക്ഷെ അവന് അന്ന് രാത്രി ചെയ്തത്, ഇവന് ഈ നാട്ടുകാരനെ എല്ലാം വസ്ത്രം തന്നെ പുതപ്പ് മാറ്റി ഓടിക്കളഞ്ഞു. 12 ശിഷ്യന്മാരെ. അപ്പൊ അവരൊക്കെയാണ് ഈ തിരുമേശ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്ന് സഭയിൽ വായിക്കുമ്പോൾ ഈ കർത്താവ് കൊടുത്ത ആർക്കാണ് വാസ്തവത്തിൽ? അതാണ് അവിടെ കർത്താവിന്റെ സ്നേഹമാണ് കാണുന്നത്. അപ്പൊ നമ്മൾക്ക് ഇതിന്റെ അർത്ഥം ശരിയായ നിലയിൽ ഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ, യേശുക്രിസ്തു തിരുവത്താഴം കൊടുത്തത് ആർക്കായിരുന്നു? വാസ്തവത്തിൽ അവൻ തിരുമേശയായി മാറുകയാണ്. അവന്റെ ശരീരമാണ് തകർക്കപ്പെട്ടത്, അവന്റെ രക്തമാണ് ചിന്തപ്പെട്ടത്. ആ ഓർമ്മയ്ക്കാണ് നമ്മൾ ഇന്ന് തിരുമേശയിൽ പങ്കുകൊള്ളുന്നത്. അപ്പോൾ നമ്മളോട് കാണിച്ച ദൈവത്തിന്റെ സ്നേഹത്തെ, ആ സ്നേഹത്തിന്റെ പൂർണ്ണത, എന്റെ ശരീരം തകർക്കാൻ വിട്ടതിൽ, എന്റെ രക്തം ചിന്താൻ വിട്ടതിൽ കാണിച്ച ദൈവത്തിന്റെ സ്നേഹത്തിന്റെ സമ്പൂർണ്ണത, അങ്ങനെ സ്നേഹിപ്പാൻ തയ്യാറായ ഒരു മനസ്സോടെ നാം തിരുമേശ കഴിക്കുകയും, കഴിച്ചതിന് ശേഷം നമ്മുടെ പെരുമാറ്റം ആ നിലയിൽ നാം ഒറിജിനലി തിരുവത്താഴം കഴിക്കും. അങ്ങനെ ഇനി ഒരർത്ഥമൊക്കെ ഉണ്ടെങ്കിൽ വെറും തിയോളജിക്കൽ മാത്രം വ്യാഖ്യാനപരമായ കാര്യം മാത്രം അറിഞ്ഞുകൊണ്ട് ഒരു ചടങ്ങ് പോലെ തിരുമേശ നടത്തുന്നവരുമുണ്ട്. തിരുമേശയിൽ പങ്കാളികളാകും. ഒറിജിനലി തിരുമേശ നടത്താൻ നിലയിലുള്ള ഒരു യോഗ്യത എന്താണ്? നമ്മൾക്കല്ലാതെ യോഗ്യത. ഇന്ന് നമ്മൾ പരിശുദ്ധാത്മാവ് വസിച്ചുകൊണ്ടാണ് ഈ ശുശ്രൂഷ നമ്മളെ കൊണ്ട് ചെയ്യുന്നത്. നമ്മളൊക്കെ അപ്പോസ്തലന്മാർ 12 സ്വഭാവം നമുക്കറിയാമല്ലോ. ക്രൂശീകരണം വരെയും കർത്താവുമായി സഹകരിക്കാത്തവരായിരുന്നു വാസ്തവത്തിൽ അവരെ. ക്രൂശീകരണത്തിന് ശേഷം ഉയർപ്പ് കണ്ടിട്ട് പോലും വള്ളവും വലിയ മീൻ പിടിക്കാൻ അവർ പോയിട്ടുണ്ട്.
പിന്നെ അവരെ യോഹന്നാന്റെ സുവിശേഷത്തിൽ മധ്യത്തിൽ കർത്താവ് വീണ്ടും വന്ന് ആദ്യം കണ്ടതുപോലെ അവരെ കണ്ട് അവർ മീനൊന്നും കിട്ടാണ്ട് ബുദ്ധിമുട്ടി അവർക്ക് വരുത്ത മീൻകൂട്ടമൊക്കെ വരുത്തി കൊടുത്ത് അവർക്ക് അപ്പവും മീനും ഒക്കെ കൊടുത്ത് അവരോട് സംസാരിച്ച് മെന്റർ ചെയ്ത് പത്രോസേ, നീ ഇവരിലധികം എന്നെ സ്നേഹിക്കും, യോഹന്നാന്റെ മകനായ ശിമോനെ നീ ഇവരിലധികം എന്നെ സ്നേഹിക്കുമോ എന്ന് ചോദിച്ച് എന്റെ കുഞ്ഞാടുകൾ മേയ്ക്ക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞ് ആസ്ഥാനപ്പെടുത്തിയെടുത്തു. ലൂക്കോസിന്റെ എന്താണ് അപ്പോസ്തല പ്രവൃത്തി പുസ്തകത്തിൽ ലൂക്കോസ് എഴുതിയിരിക്കുന്നത് 40ഓളം ദിവസം ശിഷ്യന്മാർ പ്രത്യക്ഷനായി. അത് നമ്മൾ സുവിശേഷങ്ങളൊക്കെ അങ്ങനെ വായിക്കും. എന്നാൽ 40ഓളം ദിവസം എന്തിനാണ് കർത്താവ് ഉയർപ്പിന് ശേഷം ഇവർ പ്രത്യക്ഷനായത്? ഇവരോട് വീണ്ടും 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 സംസാരിച്ച് ഇവരെ വിശ്വാസത ഉറപ്പിക്കേണ്ടതിന് മെന്റർ ചെയ്ത് അവരെ ഉറപ്പിച്ച് അതിനുശേഷം സ്വർഗാരോഹണം ചെയ്ത കർത്താവ്. സ്വർഗാരോഹണം ചെയ്ത് 10 ദിവസം ഇവർ ഒരുക്കത്തോടെ, അന്നേരം ഇവരെന്താ സ്വർഗാരോഹണം ചെയ്ത സമയം കർത്താവ് പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാൻ പിതാവിനോട് വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം, നിങ്ങൾ പട്ടണം വിട്ട് പോകരുത് അവർ പറഞ്ഞിട്ടുണ്ട്. അവർ പെട്ടെന്ന് ചോദിച്ചത്, നീ ഈ കാലത്തിലോ യഹൂദന് രാജ്യം ആസ്ഥാനത്തേക്ക് കൊടുക്കുന്നു എന്നാണ് അവരെ ചോദ്യം. എന്താണ് കർത്താവിന് മറുപടി പറഞ്ഞത്? അത് നിങ്ങൾക്കുള്ളത് എൻ്റെ പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിരിക്കുന്നു, നിങ്ങൾ ചെയ്യണം. എന്നാൽ പരിശുദ്ധാത്മാവിനെ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേം യഹൂദയിലെ ശമര്യയിൽ ഭൂമിയിലും എൻ്റെ സാക്ഷികളാകുവിൻ. എന്ത് സാക്ഷ്യമാണ്? യേശുവിലൂടെ വെളിപ്പെട്ട ദൈവസ്നേഹത്തിന്റെ സമ്പൂർണതയുടെ സാക്ഷ്യമാകാൻ പരിശുദ്ധാത്മാവിനെ ഞാൻ തരും. ഈ പരിശുദ്ധാത്മാവിനെ സ്ഥാപിച്ചിട്ട് നിങ്ങൾ എന്നെ ചെയ്യണം. അപ്പൊ അന്ന് യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദായെ സ്നേഹിച്ചുകൊണ്ട് അവനപ്പം നൽകി. യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസ് സ്നേഹിച്ച് അവനപ്പം നൽകി. യേശുവിനെ വിട്ട് ഓടിക്കളഞ്ഞ യോഹന്നാനെ സ്നേഹിച്ച് അവനപ്പം നൽകി. ബാക്കി 9 പേര് കൂടെ ഉണ്ട്, അവർക്കൊക്കെ അപ്പം നൽകി. ഇന്ന് ശുശ്രൂഷ നമ്മളെ കൊണ്ട് ചെയ്യും പരിശുദ്ധാത്മാവ്. ഉയർത്തെഴുന്നേറ്റിനെ ക്രിസ്തു നമ്മൾ വിശ്വസിക്കും. പരിശുദ്ധാത്മാവ് നമ്മൾ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഇത് ലഭ്യമാക്കുന്ന സമയത്ത് നമ്മളാരും കുറ്റമറ്റവരും നമ്മളാരും കുറവില്ലാത്തവരുമായിട്ടല്ല, നമ്മളെ കർത്താവ് കുറ്റമറ്റവരാക്കാൻ വേണ്ടി, കുറവില്ലാതാക്കാൻ വേണ്ടി ക്രൂശിൽ തന്റെ സ്നേഹത്തെ വെളിപ്പെട്ട ആ സ്നേഹം നമുക്ക് വെളിപ്പെടുത്തിക്കൊണ്ട് നമ്മെ കൊണ്ട് ശുശ്രൂഷ നിർവഹിപ്പിക്കുകയും അനേകർക്ക് ഇന്നും തിരുമേശ നൽകുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ്. ആ ക്രിസ്തു അന്ന് തന്റെ ശിഷ്യന്മാരെ എന്താണ് അയോഗ്യനായ യൂദായെ, അയോഗ്യനായ പത്രോസിനെ, അയോഗ്യനായ യോഹന്നാനെ, ബാക്കി 12 മൊത്തം 12 പേർ അയോഗ്യന്മാരെ സ്നേഹിച്ചുകൊണ്ട് അവർക്കാണ് അപ്പം നൽകി. അതുപോലെ ഇന്ന് നമ്മുടെ സമയത്ത് നമ്മൾ നാളെ റെഡിയാവും എന്ന പ്രതീക്ഷയോടുകൂടെ കർത്താവ് തന്റെ സ്നേഹത്തെയാണ് വെളിപ്പെടുന്നത്. നമ്മളത് മറന്നുപോയി തിരുമേശ സമയത്ത്. അപ്പൊ നമ്മൾക്ക് ദൈവസ്നേഹത്തിലുള്ള വ്യക്തമായ ഒരു കാഴ്ചപ്പാട് നൽകുന്നത് തിരുവചനഭാഗത്തിൽ ഏറ്റവും ശക്തിയുള്ള ഒരു വചനഭാഗമായിട്ടാണ് എനിക്ക് ഈ തിരുവചനഭാഗത്തെക്കുറിച്ച് മനസ്സിലായിരിക്കും. സ്തോത്രം. അതിന് തിയോളജിക്കലി അർത്ഥമുണ്ടെങ്കിലും അതിനപ്പുറത്തുള്ള അർത്ഥമാണ് കർത്താവ് തന്നെ പിതാവായ ദൈവം തന്റെ ഏകദാനത്തെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവനം പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കണം ലോകത്തെ സ്നേഹിച്ചു. ദൈവത്തിന്റെ സ്നേഹത്തിന് സർവസമ്പൂർണതയാണ് ക്രൂശിൽ വെളിപ്പെടുത്തിയത്. അതറിഞ്ഞുകൊണ്ട് ഞാൻ ആ സ്നേഹം പങ്കിട്ട് കൊടുത്ത ശിഷ്യന്മാർ ആ സമയത്ത് വാസ്തവത്തിൽ ആ സ്നേഹം സ്വീകരിക്കാൻ യോഗ്യത ഉണ്ടായിട്ടല്ല, അയോഗ്യന്മാർക്ക് ആ സ്നേഹം കർത്താവ് ഇന്ന് ഭൂമിയിൽ നമ്മൾ അയച്ചു. വിശ്വാസക്കൂട്ടത്തിൽ നമ്മൾക്കെതിരെ നിൽക്കുന്നവർ കാണാം, നമ്മെ ഉപദ്രവിക്കുന്നവർ കാണാം, നമുക്കെതിരെ പറഞ്ഞ് പ്രചരിക്കും. സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ ഇന്ന് എന്തൊക്കെയാണ് വിശുദ്ധന്മാരെന്ന് പറയുന്നത് കൂട്ടുന്നത്. അവർക്കിടയിലാണ് നാം ജീവിക്കുന്നത്. അങ്ങനെയുള്ള ആൾക്ക് നാം തിരുമേശ നൽകുന്നത് നമ്മൾ ഓർത്തുകൊള്ളണം. പരിശുദ്ധാത്മാവ് നമ്മളുടെ തിരുമേശ നൽകുന്നത് അവരാരും യോഗ്യതയുള്ളവരല്ല, അവരോടുള്ള ദൈവത്തിന്റെ സ്നേഹം പ്രകടമാക്കിക്കൊണ്ടാണ് ഇന്നും ഈ തിരുമേശ നമ്മളിലൂടെ പോകുന്നത്. നാം കഴിക്കുമ്പോഴും അങ്ങനെയാണ്, നാം കൊടുക്കുമ്പോഴും അങ്ങനെയാണ്. അപ്പൊ നമ്മൾക്ക് അന്നത്തെ ആ ശിഷ്യന്മാരുടെ സ്ഥിതി നോക്കുക, അതിനേക്കാൾ പരിതാപകരമായ എത്രയോ പേർ ഇന്നും ഉണ്ടെന്നുള്ളതാണ്. എന്നാൽ നമ്മൾ ഇതിന്റെ യഥാർത്ഥമായ കാര്യം ഗ്രഹിക്കണം. നമ്മൾ ഈ തിരുമേശ കൊടുക്കുമ്പോൾ നമ്മൾ ഈ തിരുമേശ വാങ്ങുമ്പോൾ എനിക്ക് വേണ്ടി വെളിപ്പെട്ട ദൈവത്തിന്റെ സ്നേഹത്തിന് സമർപ്പിക്കാൻ ഈ കർത്താവേ, ദൈവമേ, ആ സ്നേഹം ലോകത്തിൽ വെളിപ്പെടുത്താൻ വേണ്ടി മാത്രം ലോകത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ഞാൻ മറ്റൊരു കാര്യത്തിനും വേണ്ടി എടുക്കാനല്ല. എൻ്റെ ശരീരം ക്രിസ്തുവിന്റെ മന്ദിരമാണ്, പരിശുദ്ധ മന്ദിരമാണ്, ക്രിസ്തുവിന്റെ ശരീരമാണ്.
യഹോവയായ ദൈവത്തിന്റെ തിരുനിവാസമാണ്. ഇറ്റ് ഈസ് ദ ടാബർനക്കിൾ ഓഫ് യാവേ, ഗാഡ് യാവേ. ദാറ്റ് ഈസ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് ജീസസ്, ഈസ് ദ ടെമ്പിൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്നൊരു കാഴ്ചപ്പാട് നമുക്കണം. ഈ ശരീരം എന്ന് നമ്മുടേതല്ലെന്നുള്ളതാണ്, ക്രിസ്തുവിൻ്റെതാണ്. അതുകൊണ്ട് പൗലോസ് പറയുന്ന സമയത്ത് വിശ്വാസത്തിന് പല ഘട്ടങ്ങളുണ്ട്. നാം ഈ തിരുമേശ പങ്കെടുത്ത് ഇതിലേക്ക് വരുന്ന സമയത്ത് ഒന്നാമത്തെ ഒരു ലെവലുണ്ട് വിശ്വാസത്തെ. ആ ലെവൽ, ഒന്നാമത്തെ ലെവൽ എന്ന് പറഞ്ഞാൽ ഞാൻ, എൻ്റെ ദൈവം, കർത്താവെ വിശക്കും അറിയും, കർത്താവെ ഞാനൊരു വിശ്വാസിയല്ലേ, എനിക്ക് തിരുവെഴുത്ത് വായിച്ച അതിൻ്റെ അർത്ഥം സഹായിക്കണം, കർത്താവെ അവിടുത്തെ ആത്മാവിലെ ജനിക്കാനോ ഭാഷയിലാക്കാതെ എനിക്ക് കർത്താവിൻ്റെ വചനത്തിൻ്റെ കൂടുതൽ ആഴങ്ങൾ വെളിപ്പെടുത്തും. ഇങ്ങനെ എല്ലാം എനിക്ക് 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 പറയാം. വിശ്വാസം ഒന്നാം ഘട്ടത്തിൽ അങ്ങനെയാണ്. അടുത്തൊരു ഘട്ടം വരുമ്പോൾ ഐ ആൻഡ് ഗോഡ് എന്നുള്ള ഘട്ടം. രണ്ടാം ഘട്ടത്തിൽ ഗോഡ് ആൻഡ് ഐ, ദൈവവും. അപ്പോൾ ദൈവമാണോ സ്ഥാനത്ത് എന്ത് കാര്യവും ദൈവം അനുവദിക്കും തന്നാൽ. എന്നാലും കർത്താവ് തിരുഹിതമാണെങ്കിൽ എനിക്ക് ഇന്നതൊന്നും വേണം, എൻ്റെ കുടുംബത്തിന് ഒന്നും വേണം പറയും. അന്നേരം ഒരു 10% ഞാൻ അവിടെ ഉണ്ടെന്നു. ദൈവമാണ് ഒന്നാം സ്ഥാനത്ത് ഇരിക്കുന്നത്, ദൈവം കൂടുതലാണ്, 90% ദൈവം, പക്ഷെ 10% നമ്മളെവിടെ. പക്ഷെ അതിൻ്റെ അടുത്തൊരു ലെവലുണ്ട്. അതാണ് ഗലാത്യ ലേഖനം 2:20 പൗലോസ് പറയുന്നത്. എന്താണ് സ്തോത്രം? അവിടെ പൗലോസ് പറയുന്നത്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെടുമ്പോൾ ഞാനല്ല, ക്രിസ്തു അത്രയും ചെയ്യും. അതാണ് അതിൽ ഗോഡ് എലോൺ. ആദ്യം ഐ ആൻഡ് നെക്സ്റ്റ് ലെവൽ, സെക്കൻഡ് ലെവൽ ഗോഡ് ആൻഡ് ഐ, ആൻഡ് തേർഡ് ലെവൽ there is no I, only God. God only exists. God alone. അതാണ് സ്നേഹത്തിൻ്റെ സമ്പൂർണതയിലേക്ക് ജീവിക്കാത്തക്ക വിധം തിരുമേശയുടെ മൊത്തം ഉൾക്കൊണ്ടുവരുന്ന ഒരു വിശ്വാസി എന്നാകുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത് അത് വിശ്വാസത്തിന്റെ പക്വതയില്ല. പക്വത ആർന്ന വിശ്വാസിയായി വരുമ്പോൾ ഗലാത്യർ 2:20 പറഞ്ഞു, ക്രിസ്തു അത്രയും ജീവിക്കും. യേശു ക്രിസ്തു ഭൂമിയിലായിരുന്ന സമയത്ത് കർത്താവ് ഏതൊരു കാര്യം ചെയ്യുന്നത് തൻ്റെതായ ഒരു വാക്ക് കർത്താവ് പറഞ്ഞിട്ടില്ല. പിതാവ് കൊടുക്കാത്ത ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. പിതാവ് ആഗ്രഹിക്കാത്ത ഒരു സ്ഥലത്തേക്കും കർത്താവ് ഇല്ല. പിതാവ് ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിക്കും സൗഖ്യം കൊടുക്കുന്നു. പിതാവ് ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യനും കൂട്ടത്തെ പുറത്താക്കിയില്ല. പിതാവ് ആഗ്രഹിക്കാത്ത ഒരു കുറ്റരോഗിയും കർത്താവ് സൗഖ്യം. എല്ലാം 100% പിതാവിന്റെ ഇഷ്ടമാണ് പുത്രനായ ക്രിസ്തു നിർവഹിച്ചത്. യേശു ക്രിസ്തുവും ഉള്ള സ്ഥലത്ത് ജനം തിങ്ങിക്കൂടി. വീടിന്റെ മേൽക്കൂര പൊളിച്ച് പക്ഷപാതക്കാരനെ താഴെ ഇറക്കി, അവനെ സൗഖ്യമായി. പിറ്റേന്ന് രാവിലെ ആകുമ്പോൾ ആളുകളെല്ലാം വീണ്ടും കർത്താവ് വന്നിട്ടില്ല. കർത്താവ് പ്രാർത്ഥിക്കാൻ വേണ്ടി മലയിൽ പോയതാണ്. അവൻ പ്രാർത്ഥിച്ചു. അവന്റെ പ്രാർത്ഥന ഇത്ര മണിക്കൂർ ഞാൻ പ്രാർത്ഥിക്കും എന്നൊരു പ്രാർത്ഥന കർത്താവിന്റെ പ്രാർത്ഥനയ്ക്ക് പിതാവായ ദൈവമായുള്ള സമൂഹം, താനും ദൈവം സംസാരിക്കും. പിതാവിന് തന്നെ കേൾക്കേണ്ട അത്രയും സമയം കേട്ടു, പിതാവിൽ നിന്ന് കേൾക്കേണ്ട അത്രയും കാര്യം കേട്ടു. പിതാവാണ് സമയം നിശ്ചയിക്കും. ആ സമയമാണ് കർത്താവ് സ്തുതിച്ചിട്ടുണ്ട്, കർത്താവ് ആരാധിച്ചിട്ടുണ്ട്, തിരുവെഴുത്ത് വായിച്ചിട്ടുണ്ട്, ചുരുളുകൾ. അത് എപ്പോഴത്താണ് വായിക്കുന്നത്? ഇനിയുള്ള അരമണിക്കൂർ ഞാൻ തിരുവെഴുത്ത് വായിക്കാൻ കർത്താവിന് സമയം. അങ്ങനെയല്ല, പിതാവ് ആഗ്രഹിക്കുന്ന സമയത്ത് വായിച്ചു. പിതാവ് ആഗ്രഹിക്കുന്ന സമയം കർത്താവിനെ, പിതാവ് ആഗ്രഹിക്കുന്ന സമയം, പിതാവ് ആഗ്രഹിക്കുമ്പോൾ ഓരോ കാര്യത്തിനെ എല്ലാം ദൈവം ക്രിസ്തുവിൽ പിതാവിന്റെ ഇഷ്ടം മാത്രമേ ഉള്ളൂ. ആ പിതാവിന്റെ സമ്പൂർണ്ണ ഹിതമാണ് നീ എനിക്ക് തന്ന നിന്റെ നാമം. യേശുവിൻ നാം പിതാവ്, നീ എനിക്ക് തന്ന ഈ 12 ശിഷ്യൻ, എല്ലാം പിതാവ്. ഒരു രാത്രി മുഴുവനും കർത്താവ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് ശിമോനെ വെളിപ്പെട്ടു. കുറച്ച് കഴിയുമ്പോൾ അന്ത്രയോസിനെ വെളിപ്പെട്ടു. കുറച്ച് കഴിയുമ്പം മറ്റൊരു, അങ്ങനെ 12 ശിഷ്യന്മാർ ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചിട്ടാണ് കർത്താവ് തെരഞ്ഞു. ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ലോ നടക്കുന്നത്. വെറുതെ ചുമ്മാ ഒരു ചടങ്ങ്, ഒരു പ്രാർത്ഥന പാർട്ടിക്കും. നമ്മൾക്ക് ഇഷ്ടമുള്ളവരെ നമ്മൾ അങ്ങ് തിരഞ്ഞെടുക്കുക. ഓരോ കാര്യങ്ങളെയും ബുദ്ധിയിൽ മാത്രം കാര്യം, എല്ലാം പേരും ഒക്കെ ദൈവത്തിന് കൊടുക്കുന്നുണ്ട്. എല്ലാം നമ്മളങ്ങ് ചെയ്യാൻ ദൈവഹിതമല്ല. അപ്പം നമ്മൾ ആ വിശ്വാസത്തിന്റെ 3 ലെവലിലേക്ക് ഉയർന്നു വരുന്നേയില്ല. ദീനരായുള്ള ദേവദാസന്മാർക്ക് ആ നിലയിൽ എത്തുന്നില്ല.
സീനിയർ മോസ്റ്റ് വിശ്വാസികൾ ആ നിലയിലേക്ക് എത്തുന്നില്ല. മാക്സിമം എത്തിയ 2ാം ലെവലിലേക്ക് എത്തുന്നു. ദൈവത്തിന് 1ാം സ്ഥാനം കൊടുക്കാനും ദൈവത്തിന് മുഖ്യ സ്ഥാനം കൊടുക്കാനും എന്നാൽ പൂർണ്ണ സ്ഥാനം ദൈവത്തിന് കൊടുക്കുന്ന അവസ്ഥയിലേക്ക് ആരും തന്നെ എത്തുന്നേക്കാൻ കാണുന്നില്ലെന്നുള്ള സത്യം. ഇന്ത്യയിൽ ജീവിച്ച ഒരു മിഷണറിയെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്ത്യയിൽ വല്ലൊക്കെ ഭാവനങ്ങളൊക്കെ പലരും എഴുന്നേറ്റു, ഇപ്പോഴും ഉണ്ട് ആൾക്കാർ. പക്ഷെ സാധു സുന്ദർ സിംഗിനെ കുറിച്ച് കേട്ടിരുന്നു. സുന്ദർ സിംഗിനെ കാണുന്നവരൊക്കെയും യേശുവിനെ കാണുന്നതായിരുന്നു. സുന്ദർ സിംഗ് താടിയും ഒക്കെയുള്ള ഒരു കാവ്യൊക്കെ കൊടുക്കുന്ന ഒരു സിഖുകാരനായ ക്രിസ്തുവിശ്വാസിയായി. പക്ഷെ അദ്ദേഹത്തെ കാണുന്നവർ അത് ആ സുന്ദർ സിംഗ് എന്നാ വരുന്നത്, അല്ലെങ്കിൽ അങ്ങനെയല്ല പറയാതെ അദ്ദേഹത്തെ കാണുമ്പോഴേക്കും ക്രിസ്തുവിന്റെ സാന്നിധ്യമാണ് വെളിപ്പെട്ടിരുന്നത്. ഇംഗ്ലണ്ടിലെ ഒരു ഭവനത്തിലേക്ക് ഒരിക്കൽ പ്രഭാത ഭക്ഷണത്തിൽ സുന്ദർ സിംഗിനെ ക്ഷണിച്ചു നിൽക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം അവിടെ ചെന്നു. കോളിംഗ് ബെല്ലാണ്. സ്ലിപ്പർ, നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ചെരുപ്പ് ഇട്ടിട്ടാണ് പോയത്. ആ വൈബറുടെ ചെരുപ്പ് ഇട്ടിട്ടാണ്. അവിടെ ചെന്ന് കോളിംഗ് ബെല്ല് അമർത്തിയ പെൺകുട്ടിയാണ് അദ്ദേഹത്തെ കണ്ടത്. കുട്ടി ഓടി വീട്ടിന് ഉള്ളവരോട് പോയി. ഒരാൾ വന്നിട്ടുണ്ട്. അതായത് ക്രിസ്തുവാണെന്ന് തോന്നുന്നു. എന്താണ് സുന്ദർ സിംഗ് ക്രിസ്തുവാണെന്ന് തോന്നുന്നു? സുന്ദർ സിംഗ് ക്രിസ്തുവിൽ വിശ്വസിച്ച സമയത്ത് താൻ ക്രൂശിൽ ക്രിസ്തുവിനോടൊപ്പം മരിച്ചുപോയി. സുന്ദർ സിംഗ് എന്നൊരാൾ പിന്നെ ജീവിച്ചിരുന്നത് ക്രിസ്തുവാണ് താൻ ജീവിച്ചത്. അതുകൊണ്ട് പുതിയ നിയമത്തെ എന്നെ തന്നെ എന്മൂലം യോഹന്നാൻ 6 അധ്യായത്തിൽ പറയുന്നുണ്ട്. അതുപോലെ ക്രിസ്തുവിന്റെ ഭാവത്തിൽ നിന്നാണ് പൗലോസ് ഫിലിപ്പി ലേഖനം എഴുതുന്ന 2ാം അധ്യായത്തിൽ വരുന്ന സമയത്ത് അവൻ ദൈവത്തോടുള്ള സമത്വം, ദൈവമായിരിക്കും ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ച് വിചാരിക്കാതെ തന്നെത്താൻ താഴ്ത്തി മനുഷ്യർക്ക് പോലും ദാസനായി വിള ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തി അനുസരണത്തിൽ തികഞ്ഞവനായി തീർന്നു. പൂർണ്ണമായുള്ള സമർപ്പണ ജീവിതം അവിടെ പിതാവിന് വേണ്ടി പുത്രൻ കഴിച്ചത് നമ്മൾ കാണും. ആ അനുഭവം നിങ്ങൾക്കും ഉണ്ടാകട്ടെ. പൗലോസ് നിങ്ങൾക്കും ക്രിസ്തുവേശൻ ഭാവം നിങ്ങൾക്കും ഉണ്ടാകട്ടെ ഫിലിപ്പിയർക്ക് ലേഖനം. അപ്പൊ നമ്മൾക്ക് വാസ്തവത്തിൽ ആ ഒരു ആത്മീയ അനുഭവം നമ്മൾ 1ാം ലെവൽ, 2ാം ലെവൽ, 3ാം ലെവൽ ദൈവം മാത്രം നമ്മൾ ജീവിക്കും, ക്രിസ്തു മാത്രം നമ്മളിൽ വസിക്കുന്ന കൊലോസ്യ ലേഖനത്തിലാണ് 1 അധ്യായത്തിന്റെ 27ാം വാക്യത്തിൽ മഹത്വത്തിന് പ്രത്യാശ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നുവല്ലോ. അത് പൗലോസിന് നേരത്തെയുള്ള വിശുദ്ധന്മാർക്കെല്ലാം മറഞ്ഞിരുന്ന വെളിപ്പാട് പൗലോസിന് വെളിപ്പെട്ടത് കൊലോസ്യ ലേഖനത്തിലൂടെ നമുക്കും വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. അപ്പൊ ഇന്ന് നമ്മളിൽ ക്രിസ്തുവാണ്. കാരണം ക്രിസ്തുവിൽ മാത്രമേ ദൈവത്തിന്റെ സ്നേഹത്തിന് സമ്പൂർണ്ണതയുള്ളൂ. എന്നിൽ ദൈവത്തിന്റെ സ്നേഹം സമ്പൂർണ്ണ, ഞാൻ ക്രിസ്തുവിനെ വിട്ടാൽ എന്നിൽ ആ സമ്പൂർണ്ണതയല്ല. നിങ്ങൾക്കാർക്കും ക്രിസ്തുവിലൂടെ അല്ലാതെ ആ സ്നേഹത്തിന് സമ്പൂർണ്ണത പറ്റില്ല. അപ്പൊ നമ്മളെല്ലാവരെയും ദൈവമകത്ത് വിളിച്ച് വർദ്ധിച്ചിരിക്കുന്നത് ആ ക്രിസ്തുവിലൂടെ വെളിപ്പെട്ട ദൈവത്തിന്റെ സ്നേഹത്തിന് സമ്പൂർണ്ണം വെളിപ്പെടുത്താനാണ്. ഇന്ന് ലോകത്തിന് അതാണ് വേണ്ടത്. ലോകത്തിന് എന്താണ് വേണ്ടത്? നമ്മൾ വിചാരിക്കുന്നത് രോഗികളെല്ലാം സൗഖ്യമാക്കിയാൽ മതി എന്ന് കുറെ പേർക്ക് തോന്നും. വേറെ പല അത് നല്ലതാണ്. നിശ്ചയമായും അത്ഭുതം, അടയാളം, വീരം നടക്കേണ്ടത് തന്നെയാണ്. അതിനും കൂടിയാണ് കർത്താവ് നാം ചെയ്യുന്നത്. ഈ സ്നേഹം സുന്ദർ സിംഗിന് മുമ്പാകെ സുന്ദർ സിംഗ് അന്യഭാഷ സംസാരിച്ചേ കേട്ടിട്ടില്ല. സുന്ദർ സിംഗിന് മുമ്പിൽ 1000 രോഗികൾ വന്നു കഴിഞ്ഞാൽ സുന്ദർ സിംഗ് ക്രിസ്തു എങ്ങനെയാണ് അവരെ നോക്കുക? അതുപോലെ നോക്കി ആർദ്രതയോടെ, ക്രിസ്തുവേശുവിന്റെ ആർദ്രതയോടെ ഞാൻ നിങ്ങളെ കാണുന്നത് വാഞ്ചിക്കുന്ന പൗലോസ് ഫിലിപ്പിയ ലേഖനത്തിൽ പറഞ്ഞു. ആ ആർദ്രതയോടുകൂടെ സുന്ദർ സിംഗ് തന്റെ മുമ്പിൽ വന്നിരിക്കുന്ന രോഗികളെ നോക്കി വെച്ചു. സങ്കടം വരും ഈ രോഗികളെ കാണുമ്പോൾ. ആ രോഗികൾ 1000 പേര് ഒരുമിച്ച് സുഖമാക്കി അവരെ ഫോട്ടോ എടുക്കുകയോ, പിന്നെ ഫോട്ടോ തമ്മിൽ കാണും, ഫോട്ടോ എടുക്കുകയോ അതെവിടെയെങ്കിലും പ്രദർശിപ്പിക്കുകയോ, ഞാൻ അടുത്ത് പോയി 1000 പേരെ അതൊന്നും എങ്ങും പറയാൻ പോകും. എന്താണ്? കാരണം അങ്ങനെ ഒരാൾ ജീവിക്കുന്നില്ലല്ലോ. സുന്ദർ സിംഗ് എന്നൊരാൾ ജീവിച്ചിട്ട് വേണ്ടേ? ഇന്ന് എൻ്റെ മുമ്പാകെ 1000 പേര് വന്നു, രോഗികളായിരുന്നു. ഞാൻ അവരെയൊക്കെ സങ്കടത്തോടെ നോക്കിയപ്പോൾ അവർ സുഖം പ്രാപിച്ചു എന്ന് പറയാൻ ഇല്ല. അവൻ ജീവിച്ചിരുന്നു. അപ്പൊ നമ്മൾക്ക് മനസ്സിലാക്കിയാൽ മതി, നമുക്ക് ഇതിനൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ എപ്പോഴും ക്യാമറ കൊണ്ട് നടക്കണമെങ്കിലും മൊബൈൽ ഫോൺ എങ്കിലും ഓണാക്കി നടന്നു, അല്ലെങ്കിൽ നമ്മൾ പ്രസംഗിക്കുമ്പോൾ ആ പ്രസംഗം മറ്റൊരാളൊന്ന് പകർത്തി അത് കുറെ പേർക്കൊന്ന് കൊടുത്ത് നമ്മളിന്ന് പ്രസിദ്ധനാക്കിയെങ്കിൽ അവരെല്ലാം നമ്മളെ ശുശ്രൂഷയ്ക്ക് വിളിക്കുകയും
അങ്ങനെ നമുക്കൊരു പേര് പ്രശസ്തി ഉണ്ടാകുമായിരുന്നു എന്നൊക്കെ തോന്നുന്നു. ആരാണ് ജീവിച്ചിരിക്കുന്നത്? നമ്മളാണ് ജീവിച്ചിരിക്കുന്നത്, ക്രിസ്തുവാണ് ജീവിച്ചിരിക്കുന്നത്, നമ്മളാണ് ജീവിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ വിശ്വാസത്തിന്റെ 3-ാം ലെവലിലേക്ക് വരുന്നത്. അതുകൊണ്ട് ഇന്ത്യയിലെ മിഷണറിമാരുടെ കൂട്ടത്തിൽ സുന്ദർ സിംഗിനെ പോലെ രണ്ടാമതൊരാൾ പറയാൻ നമുക്കില്ല. സ്തോത്രം. ലോകത്തിലും അമ്പൻ മിഷണറിമാരെ കുറിച്ച് പലരെ കുറിച്ച് നമുക്ക് പഠിക്കാനൊക്കെ ഉണ്ടെങ്കിലും ഈ നിലവാരത്തിൽ എത്തുന്നവർ വളരെ കുറവാണ്. പക്ഷെ നമുക്ക് ഇത് നമ്മൾ പഠിച്ച് നമ്മൾ അങ്ങനെ ആവുകയല്ല. നമ്മളെ സമർപ്പണത്തിൽ ദൈവം പ്രസാദിക്കുമ്പോൾ ദൈവപുത്രൻ നമ്മുടെ ശരീരത്തിലൂടെ നമ്മുടെ എല്ലാ ഇടപാടുകളും ദേഹത്തിലൂടെ ദേഹിയിലൂടെ ആത്മാവിലൂടെ വെളിപ്പെടാൻ തയ്യാറാണ്. അതാണ് യഥാർത്ഥമായ തിരുമേശയിൽ പങ്കെടുത്ത വ്യക്തി പുറത്തു വരേണ്ടത്. അപ്പൊ അതിന് ദൈവമായ കർത്താവ് വിളിച്ചതാണുള്ള കാര്യത്തിൽ നമ്മൾ മറന്നുപോകുന്നത്. പണ്ടൊരിക്കലും അപ്പൊ എന്താണ് നമ്മൾ ഈ കർത്താവ് ആ സ്തോത്രം ചെയ്ത് നുറുക്കി എന്നല്ലേ പറയാം. അപ്പോഴത്തെ സ്തോത്രം ചെയ്ത് നുറുക്കിയാണ്. ഈ സ്തോത്രം ചെയ്യുന്നത് എന്തിനാണ്? നമ്മൾ ഇന്ന് കർത്താവെ സ്തോത്രം, ഈ അപ്പത്തിനായി സ്തോത്രം, കർത്താവിന്റെ കരുത്താൽ ഈ അപ്പത്തെ അനുഗ്രഹിച്ചാൽ നൽകണമേ. കർത്താവ് ഈ പാനപാത്രത്തിന് സ്തോത്രം, നിങ്ങളുടെ കരുത്താൽ ഈ പാനപാത്രത്തെ അനുഗ്രഹിച്ച് നൽകണം എന്ന് പറയുമ്പോൾ എന്തോ ഭവ്യമായ ഒരു പരിശുദ്ധമായ ഒരു ശുശ്രൂഷ, പ്രത്യേകമായ ശുശ്രൂഷ ഇപ്പോൾ പാസ്റ്റർ ചെയ്യുന്നു എന്നൊരു പ്രത്യേക കാഴ്ചപ്പാടിലേക്ക് ആളുകൾ വരും. സ്തോത്രം. കർത്താവ് സ്തോത്രം ചെയ്യുന്നതിനാണ്. സ്തോത്രം നുറുക്കി എന്ന് പറഞ്ഞാൽ ശരീരം നുറുങ്ങാൻ പോവുക, കുരിശിൽ തകരാൻ പോവുക, തലയിൽ മുൾക്കിരീടം വെച്ച് അടിക്കാൻ പോവുക, വലിയ ഇണറുകളുടെ ചാട്ടോണ്ട് അടിച്ച് ഈ എത്തിന്റെ കഷ്ണം പീസും അസ്ഥിയൊക്കെ ചേർന്ന് അതിന്റെ ശരീരം തുളച്ചു കയറും, വലിക്കും, ഉഴവിയാൽ പോലെ കയറാൻ പോകും. അതാണ് സ്തോത്രം പറയുന്നത്. താടിരോമങ്ങൾ പിടിച്ചു പറിക്കാൻ, അതിനാണ് സ്തോത്രം. മുഖത്ത് തുപ്പാൻ പോവുക, അതിനാണ് സ്തോത്രം. കന്നത്തെ അടികൊള്ളാം, അതിനാണ് സ്തോത്രം. നീ പ്രവാചകനാണ് എന്നാണ് പ്രവചിക്കുക, ആരെന്ന് പറയും. ഇങ്ങനെ ഇതെല്ലാം കർത്താവ് അന്ന് രാത്രി അനുഭവിക്കേണ്ടതാണ് പ്രസാദത്തിൽ. അതോർത്താണ് സ്തോത്രം ചെയ്യുന്നത്. നമ്മൾ സ്തോത്രം ചെയ്യുമ്പോൾ അത് ഭവ്യമായ നിലയിൽ സ്തോത്രം, ഒരു പരിശുദ്ധമായ നിലയിൽ ഒരു നുറുക്കൽ ചെയ്യും. പക്ഷെ കർത്താവ് സ്തോത്രം ചെയ്ത് താൻ നുറുക്കപ്പെടാൻ പോകുന്നത്. ഇപ്പൊ ഇന്ന് നമ്മൾ നോക്കിയ ഒരു കാര്യം, നമ്മളുടെ വിഷമ സമയത്ത് നമുക്ക് സ്തോത്രം വരും. ഒരു ചൈനയിലൊരു വനിതാ മിഷണറി ഉണ്ടായിരുന്നു. ഒരു കാലത്ത് ചൈനയിൽ ഒത്തിരി പേർക്ക് ചിക്കൻ ബോക്സ് ഒന്നും മരിച്ചു. അവസാനം മിഷണറി വനിതയ്ക്ക് ചിക്കൻ ബോക്സ് വന്നു. അവർ പ്രാർത്ഥിച്ച് പെട്ടെന്ന് മാറിയില്ല. പിന്നെ അവർ പിറുപിറുക്കാൻ തുടങ്ങി. ദൈവം ഇറങ്ങി, ദൈവശാന്തി അവർക്ക് വെളിപ്പെട്ടു. ദൈവം പറഞ്ഞു, ദൈവം 2 പാത്രം അവരെ കാണിച്ചതാണ്, 2 ബാസ്ക്കറ്റ്. ആ ബാസ്ക്കറ്റ് ഒന്നില് അവരുടെ പ്രശ്നങ്ങളും കംപ്ലൈൻസ് എല്ലാം, പരാതികളെല്ലാം അത് നിറഞ്ഞിരുന്നു. വേറൊരു ബക്കറ്റ് ഒരു പാത്രം അവരെ കാണിച്ചു, അതിനകത്തൊന്നും, അത് സ്തുതിയുടെ പാത്രം. ദൈവം അത് കണ്ടോ, നിന്റെ കംപ്ലൈൻസ്, നിന്റെ പരാതികൾ നിറഞ്ഞി, നിന്റെ സ്തുതിയുടെ പാത്രം ഒന്നുമില്ലല്ലോ. ഉടനെ ആ സ്ത്രീ സ്തുതിക്കാൻ തുടങ്ങി. സ്തോത്രം സ്തോത്രം. അവളുടെ പരുക്കളെ നോക്കി സ്തുതിക്കാൻ തുടങ്ങി, അവളെ വേദന നോക്കി സ്തുതിക്കാൻ തുടങ്ങി, അവളുടെ ആ പ്രതിസന്ധിയിലെല്ലാം അവളെ ആദ്യം സന്തോഷത്തോടെ സ്തുതിക്കാൻ തുടങ്ങിയ സമയത്ത് അവളുടെ സ്ഥിതി മാറി. വർഷം നോക്കുമ്പോൾ ശരീരത്തിൽ അങ്ങനെ സംഭവമില്ല, മരുന്നിനല്ല. അപ്പൊ പ്രതിസന്ധിയിൽ ദൈവത്തെ അവൾ സ്തുതിച്ചു എന്ന്. അപ്പൊ നമ്മളുടെ കർത്താവ് അന്നത്തെ ആ അപ്പം നുറുക്കിയത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. യൂദാ ഇസ്കരിയോത്താവിന് കൊടുക്കുമ്പോൾ അവൻ ഒറ്റിക്കൊടുക്കുന്ന വേദന എന്താണ്? 3.5 കൊല്ലം 1-ാം സ്ഥാനം നിന്നുകൊണ്ട് പില്ലേഴ്സ്, തൂണുകൾ നിറയപ്പെട്ടതിലൂടെ പത്രോസ് മറ്റൊരുത്തനാണ് യോഹന്നാൻ. ഇവർ 2 പേരും ഓടിപ്പോകുന്ന കർത്താൻ പറയാം. പത്രോസ് തള്ളിപ്പറയും, യോഹന്നാൻ വസ്ത്രമിട്ട് ഓടുന്നത്. എന്നിട്ടും ആ നുറുക്കുന്ന സമയം ഇതെല്ലാം, ഇത് ക്രിസ്തുവിൽ എത്രമാത്രം വേദന, ഈ സംഭവങ്ങൾ, ആ വേദനയോടുകൂടിയാണ് കർത്താവ് നുറുക്കിയത്. നമ്മൾ അതിന്റെ വിലയൊന്നും. അപ്പം നമ്മൾക്ക് ചെറിയൊരു വാക്ക് ആരെങ്കിലും നമുക്കെതിരെ പറഞ്ഞാൽ അത് സഹിക്കാൻ പറ്റില്ല. അങ്ങനെ നോക്കിയാൽ അത് സഹിക്കാൻ പറ്റില്ല. ആ നോട്ടം എന്നാ ദാസം അച്ഛൻ്റെ നോട്ടം നോക്കുന്നു,
കത്തുന്ന സീസാണ്. എന്തോ കാര്യം കത്തിപ്പോയി ദഹിപ്പിക്കുന്ന നോട്ടാണ് ഭർത്താവിന് ഇത്. ഇന്ന് അപ്പന്റെ മുഖഭാവം കണ്ടു കഴിഞ്ഞാൽ ഒരു വല്ലാത്ത നിലയിലാണ്. നമുക്കൊരു ചെറിയ മുഖഭാവ മാറ്റം പോലും സഹിക്കാൻ പറ്റില്ല. അവരെ ആ സമയത്ത് സ്നേഹിക്കുന്ന ഏതാണ്? അവരോട് നമുക്ക് സ്നേഹമല്ല വരുന്നത്, അവരോട് പിണക്കാണ് വരുന്നത്, അവരോട് പകയാണ് വരുന്നത്, വിദ്വേഷമാണ് വരുന്നത്. ഇതല്ലേ നമ്മളെ സ്ഥിതി. അപ്പൊ നമുക്ക് ക്രിസ്തു ആ നുറുങ്ങിയതുപോലെ വാസ്തവത്തിൽ നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിന് വേണ്ടി സഹിക്കേണ്ട പ്രതിസന്ധികളും അനുഭവിക്കേണ്ട പീഡാനുഭവങ്ങൾ, ആ അനുഭവങ്ങൾ നമ്മൾ തരും. പക്ഷെ വരുമ്പോൾ പറയും കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളെ ഓർപ്പിക്കുന്ന വിശുദ്ധ സംസർഗത്തിലേക്ക് നമ്മൾ അടുത്ത് വരികയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ വരുന്നത്. പക്ഷേ നമുക്കിങ്ങനെ സ്വയം നുറുങ്ങാൻ വേണ്ടി അപ്പന്റെ മുഖം വല്ലാത്ത പരുവത്തിലായി നമ്മുടെ ഭർത്താവ് അസാധാരണ മാറ്റം നടത്തി. നമ്മുടെ മക്കളാരെങ്കിലും ഉണ്ടെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്ന ബിരുദം അല്ലെങ്കിൽ അയൽവാസികളിൽ മാറ്റം, സഭയ്ക്കകത്തുള്ള സഹോദരന്മാർ നമ്മളെ കുറിച്ച് വേണ്ടാത്ത ചില കാര്യം പറഞ്ഞു കേൾക്കുമ്പോൾ നമ്മളെ എല്ലാ അടിസ്ഥാനങ്ങളിലും ഇടയ്ക്ക് പോയതിൽ നമ്മളെല്ലാ സ്ക്രൂവും അഴിഞ്ഞു മാറിയതുപോലാണ് ഈ പോകുന്നത്. എന്തോ കാറ്റത്ത് നമ്മൾ പറന്നു പോകുന്നു. അങ്ങനെ ആയി പോകുന്നത് എന്താണ്? അപ്പൊ നമുക്ക് ഈ നുറുക്കത്തിന്റെ വില മനസ്സിലാക്കും. ഈ നുറുക്കം എന്നത് നമ്മൾ സ്വയം നുറുങ്ങിക്കൊടുക്കാൻ വേണ്ടിയാണ്. നമ്മളുടെ സ്വയത്തെ പുറത്തെടുക്കാതെ സ്വയത്തിന് ആ നുറുക്കത്തിലൂടെ തകർക്കപ്പെടും. യേശുക്രിസ്തു ക്രൂശിൽ തകർന്നതുകൊണ്ട് അവനെ തകർത്ത് കളയാൻ പിതാവിന് ഇഷ്ടമെന്ന് യേശയ്യാവ് 10:50. എന്താണ് അതിന്റെ ഗുണമുണ്ടായത്? അതിന്റെ ഗുണമുണ്ടായത് ആദാം മുതലുള്ള സകല മാനവജാതിയുടെയും ഇനിയും ഇപ്പോഴുള്ളവരും ഇനി ജനിക്കാനിരിക്കുന്ന സകല മാനവജാതിയുടെ പാപങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം വരുത്തുന്നതിന് ഉള്ള ശിക്ഷയാണ് വാങ്ങിയത്. ശാപം നീ പോയി, രോഗം നീ. നമ്മളിന്ന് രോഗികളുടെ മേൽ കൈവയ്ക്കുമ്പോൾ ഒരു രോഗി സൗഖ്യം പ്രാപിക്കും, അതിൽ പ്രാർത്ഥിച്ച രോഗി സൗഖ്യം പ്രാപിച്ചു എന്നൊക്കെ നമുക്ക് സന്തോഷം എന്നൊരു നമ്മളെ പ്രാർത്ഥനയിലാണ് രോഗി സൗഖ്യം. പക്ഷെ അന്നേരം നമ്മൾ ഓർക്കണം, സാക്ഷാൽ രോഗങ്ങൾ അവൻ വഹിച്ചു, വേദനകൾ അവൻ ചുമന്നു യെശയ്യാവിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ ക്രിസ്തു ആ രോഗം എടുത്തുകൊണ്ടാണല്ലോ ഇന്ന് ഈ ആൾക്ക് സുഖമായത് എന്ന് നമ്മൾ ഓർക്കണം. അന്നേരം ആ നുറുക്കത്തെ നമ്മൾ അപ്പം കർത്താവ് നുറുങ്ങിയത് കൊണ്ടാണ് ഇങ്ങനെ രോഗി സുഖം. അപ്പൊ നമ്മൾക്ക് നുറുങ്ങാൻ ഉള്ള അവസരം നമ്മൾ ആരും കൃഷിയിൽ കയറില്ല. സാധാരണ സ്വാഭാവികമാണ് ക്രിസ്തു കൃഷി കയറിയ പോലെ നമ്മൾ അങ്ങനെ കൃഷിയിലേക്ക് നമ്മൾ കയറ്റാനോ നമ്മൾ തലയിലാരും വയ്ക്കാൻ പറ്റും. നമ്മൾ അതിൻ്റെ പ്രതിഫലനം എന്നോ നമ്മുടെ ജീവിതത്തിൽ പല നുറുക്കങ്ങൾക്കും പല തകർച്ചകൾക്കും സ്വയത്തിന് അവസരം ഉണ്ടാകുമ്പോൾ അത് നമ്മൾ സന്തോഷത്തോടെ കൈക്കൊണ്ട് നുറുങ്ങിക്കൊടുത്താൽ ക്രിസ്തു നുറുങ്ങിയതുകൊണ്ട് അനേകർക്ക് പ്രയോജനം. എത്ര ആൾക്ക് ലിമിറ്റഡ് ഇല്ലല്ലോ, ലിമിറ്റേഷൻ ഇല്ലല്ലോ, അതിന് എല്ലാവർക്കും വേണ്ടിയല്ല ചെയ്തി. അതുപോലെ നമുക്കൊക്കെ ഇപ്പം നമ്മുടെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ ചിലരൊക്കെ ഒരു ജീവിതത്തിന്റെ 80% ചെലവഴിച്ചാണ്, വേറെ ചിലർ 60%, വേറെ ചില 25%, 50%. ഇനി കുറച്ചുകൂടെ കാലം നമുക്ക് അത് ആ ഒരു കാലത്തേക്കെങ്കിൽ നമ്മൾ ഇനിയും പൂർണ്ണമായും നുറുങ്ങിയാൽ, നമ്മൾ രണ്ടായി നുറുങ്ങാൻ തയ്യാറായാൽ രണ്ടുപേർക്ക് പ്രയോജനം. അവിടെ ഇവിടെ ഒരു ബാലകനുണ്ടെന്ന് യോഹന്നാനെ വിളിച്ചു. ആരാ ചേർന്ന് യോഹന്നാനിൽ അന്ത്രയോസ്. ഇവിടെ ഒരു യോഹന്നാൻ, അവിടെ ഒരു ബാലകനുണ്ട്, അവൻ്റെ കയ്യിൽ 5 മീൻ 2 അപ്പം ഉണ്ട്, 5 അപ്പവും 2 മീനുണ്ട്. അന്ത്രയോസ് വിളിച്ചു പറഞ്ഞു, സ്തോത്രം, ഇവിടെ കൊണ്ടുവരാൻ പറഞ്ഞു. ആ 5 അപ്പത്തിൽ 5000 പേർ, ആ 2 മീനിനെ വെച്ച് 5000 എന്ന പുരുഷ സ്ത്രീകൾ വേറെയാണ്. അവസാനം 12 കൊട്ട നിറച്ചെടുത്തു. 12 കൊട്ട എന്ന് നമ്മൾ ചെറിയ കൊട്ടക്കേക്ക് പോലെ ചെറിയ കൊട്ടയാണ് വിചാരിക്കും. അത് 4 ആൾ പിടിച്ചു കൊടുക്കേണ്ട കൊട്ടകളാണ്. അങ്ങനത്തെ 12 കൊട്ട, പേർക്ക് 12 വട്ടി നിറച്ചണം, 7 വട്ടി നിറച്ചിട്ടാണ് ഇപ്പൊ ശേഷിച്ചവരാണ്. അപ്പം ക്രിസ്തു നുറുക്കപ്പെടും സ്വർഗ്ഗത്തിലെ സകല മനുഷ്യർക്കും പ്രയോജനമാണ്. എന്നെ 10,000 നുറുക്കാൻ വിട്ടുകൊടുത്തു 10,000 പേർക്ക് എൻ്റെ ജീവിതവും ശുശ്രൂഷയും പ്രയോജനം. എന്നെ 1,00,000 നുറുക്കാക്കാൻ ഞാൻ സമ്മതിക്കാം, 1,00,000 പേർക്ക് പ്രയോജനം. നമുക്കൊക്കെ ഒന്ന് വലിയ ആഗ്രഹം. സതീഷ് കുമാർ ആന്ധ്രാപ്രദേശ് ചർച്ച സ്ഥാപിച്ചിരിക്കുന്നു. അതിനകത്ത് 4,00,000 മേലെ ആളുകൾ കർത്താവെ അങ്ങനത്തെ ഒരു സഭ എനിക്കുണ്ടെങ്കിൽ ആഗ്രഹിക്കും, പ്രാർത്ഥിച്ചു. വികാസിന്റെ ഒരു അനുഭവം ഈ അടുത്ത് ഞാൻ കേട്ടത്, ഞാനിങ്ങനെ
ഒരു ഘട്ടത്തിൽ താൻ വളരെ കുറഞ്ഞ ആളുകൾ കൂടിയാണ് ആരംഭിച്ചത്. ഒരു ഘട്ടത്തിൽ ഒരു 100ഓളം വിശ്വാസികൾ സംബന്ധിച്ചപ്പം താൻ വളരെ സ്നേഹിച്ചൊരു യൂത്ത് ലീഡറാക്കി പരിശീലിപ്പിച്ചിട്ടുണ്ട് ഒരാളുടെ. അദ്ദേഹം സഭയുടെ പകുതി വിശ്വാസത്തെ കൊണ്ട് സതീഷ് കുമാർ ദേവാസന്. അദ്ദേഹം ഞങ്ങളെ മലബാറിൽ വന്നു. ഞങ്ങൾ TC വർഗീസ് എന്ന് പറഞ്ഞ സീനിയർ അഭിഷിഷ്ടനുണ്ട് ആശംസകൾ. അദ്ദേഹമാണ് തലശ്ശേരിയിൽ വെച്ച് ഈ സതീഷ് കുമാർ എന്ന പാസ്റ്റർ. അതിനുശേഷം അദ്ദേഹം കോഴിക്കോട് പഠനമൊക്കെ പൂർത്തീകരിച്ച് ആന്ധ്രയിലോട്ട് പോയി. ഇപ്പൊ 4 ലക്ഷത്തിൽ വിശ്വാസ പാസ്റ്റാണ്. അപ്പൊ ഈ പ്രാരംഭ ഘട്ടത്തിൽ ഒരു ഘട്ടത്തിൽ ഈ പകുതിയോളം വിശ്വാസികളെ ഡിവൈഡ് ചെയ്തുകൊണ്ട് ഒരാൾ അദ്ദേഹത്തിന് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. സഹിക്കാൻ പറ്റും. അദ്ദേഹം കണ്ണ് തുറന്നാൽ ഈ ബുദ്ധിമുട്ടുണ്ടാക്കിയ പാസ്റ്റാണ് മനുഷ്യന്. അങ്ങനെ വല്ലാത്ത പ്രശ്നം. ദൈവം പറഞ്ഞു, നീ അവനോട് ക്ഷമിക്കും. എങ്ങനെ ക്ഷമിക്കാൻ പറ്റും? ഒരു ഘട്ടം കഴിഞ്ഞു ക്ഷമിച്ചു കഴിഞ്ഞു പറയാണ്, ക്ഷമിച്ചു എന്നുള്ളത് നീ അത് പ്രയോഗത്തിൽ എങ്ങനെ വെളിപ്പെടുത്തുക, അതെങ്ങനെ പ്രാക്ടീസ് ചെയ്യുക, എങ്ങനെ എന്തോന്ന് പ്രാക്ടീസ് ചെയ്യാൻ? അവനല്ലേ വർക്ക് ചെയ്യുന്നു, എൻ്റെ ആളുകൾ കൊണ്ടുപോയി. ഞാനത് ക്ഷമിച്ചിരിക്കും, പോരാ, നീ അവന് നല്ലൊരു ഓഫറിങ്. അത് സതീഷ് കുമാർ പാസ്റ്റർക്ക് സഹിക്കാൻ പറ്റും. എങ്ങനെയായാലും ദൈവം പറഞ്ഞാലെന്ന് പറഞ്ഞു ഒരു മാസം ഒരു ഓഫറിങ് അയച്ചു. ഇപ്പൊ 25 വർഷത്തിലധികമായി തുടർച്ചയായി എല്ലാ മാസവും ഈ പാസ്റ്റർക്ക് ഇദ്ദേഹം നല്ലൊരു ഓഫറിങ് അയച്ചു കൊടുക്കും. അപ്പൊ അദ്ദേഹം അന്ന് ഏകദേശം 50ഓളം വിശ്വാസികളാണ് കൊണ്ടുപോയത്. അത്രയും വിശ്വാസം ഇന്ന് ആ ചർച്ചിലുള്ളൂ. ഒരിക്കൽ പോലും പാസ്റ്ററെ ഒന്ന് വിളിക്കുകയോ കാണാൻ ശ്രമിക്കുകയോ ഒരു താങ്ക്സ് ലെറ്റർ അയക്കുക പോലും ചെയ്തു. പണം ആ കൊണ്ടുപോയ സമയം മുതൽ, ആളുകളെ കൊണ്ടുപോയ സമയം പാസ്റ്റായി. പാസ്റ്റർ പറയുന്നത്, ദൈവം അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ അതുപോലെ പ്രവർത്തിച്ചപ്പോൾ, ശത്രു എന്ന് വിചാരിക്കാതെ അദ്ദേഹത്തെ സ്നേഹിച്ചപ്പോൾ, അദ്ദേഹത്തിന് ഓഫറിങ് കൊടുത്തപ്പോൾ, മാന്യമായ ഓഫറിങ് ഈ മാസവും കൊടുത്തു. ഈ മാർച്ച് മാസം 25 വർഷത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹം പറയുന്നത്, എൻ്റെ ചർച്ചിനെ കർത്താവ് 4 ലക്ഷമാക്കി ഉയർത്തി തന്നു. അപ്പൊ എന്താണ് ഇതിന്റെ അർത്ഥം? സതീഷ് കുമാറിനെ ദൈവത്തിന് നമ്മളെല്ലാവരും നോക്കാൻ പറ്റിയതിനേക്കാൾ ദൈവത്തിന് കൊടുക്കാൻ പറ്റി. അതുകൊണ്ടാണ് അത് സവോളുന്നത്. നമ്മൾ സവോളരാത്തതിന്റെ കാര്യം, നമ്മളെ വേണ്ടത്ര നോക്കാൻ കർത്താവ് ഒരു ചെറിയൊരു പോറൽ ഏൽപ്പിക്കാൻ നമ്മൾ അവിടെ പെട്ടെന്ന് ക്ലിയർ ആയിക്കും. ചെറിയ വിട്ട് പോറൽ ഏൽപ്പിക്കാൻ പറ്റില്ല. അതുപോലെ ഉറച്ചു നിൽക്കുക, ആറുപോലെ ഉറച്ചു കഠിന ഹൃദയപ്പെട്ടു. ആ ഒരവസ്ഥ മാറി ക്രൂശിൽ അപ്പമെന്നെടുത്ത് സ്തോത്രം നടത്തി. ആ നുറുക്കത്തിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്വയത്തെ നുറുക്കി നാം ഒന്നും അല്ലാതെ ഓരോ സാഹചര്യം കടന്നു പോകുമ്പോൾ അതിനെല്ലാം ഡിഫെൻഡ് ചെയ്ത് അതിനുപരി ഓപ്പൺ ചെയ്ത് മുന്നേറുകയാണ് പല ആളുകൾ ചെയ്യുന്നത്. ചിലരൊക്കെ ഒരു അബദ്ധത്തിൽ ഒരു ചെറിയ പറ്റും. പിന്നെ അവരെ ഒരു സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ അങ്ങ് പ്രചരിപ്പിക്കാം. എന്താണ് നിങ്ങൾ പ്രചരിപ്പിച്ചാലുണ്ടാകുന്നത്? അവരുടെ ശുശ്രൂഷ, അവരുടെ ജീവിതമൊക്കെ നമ്മൾ തകർത്ത് കളയാം. അതിലൊന്നൊരു വേദനയെത്തിക്കുക. അങ്ങനത്തെ എത്ര പേരെ നമ്മൾ ആ കൂട്ടത്തിൽ നമ്മളായി പോകരുത്. നമ്മൾ നുറുക്കത്തിനുള്ള അവസരം ഇപ്പോൾ ഉറങ്ങിക്കൊടുക്കും. അപ്പോൾ നമ്മൾ എത്ര നുറുക്കപ്പെടുന്നു അത്രയും പേർക്ക് നാം പ്രയോജനം. യേശു ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്നാണ് ക്രൂശിൽ വെച്ച് പറഞ്ഞത്. തന്നെ പിതാവായ ദൈവം പൂർണ്ണമായി അങ്ങ് തരിപ്പണമാക്കി. ആ തരിപ്പണമായി കഴിഞ്ഞപ്പോൾ ക്രിസ്തു പറയാണ്, ജനത്തിന്റെ വീണ്ടെടുപ്പിന് എനിക്ക് ചെയ്യാനുള്ള എന്നെ ഞാൻ ചെയ്തു കഴിഞ്ഞു. സത്യത്തിൽ ആ ക്രൂശിലൂടെ പിതാവിന്റെ സ്നേഹം എന്താണ് പുത്രൻ ലോകത്തിന് പൂർണ്ണമായി വെളിപ്പെടുത്തി കൊടുത്തു. നമ്മൾക്കും അതുപോലെ ചെറുതും വലുതുമായ ധാരാളം അവസരങ്ങൾ കഴിഞ്ഞ നാളിൽ അനേക അവസരങ്ങൾ നമ്മൾ പാഴാക്കി കളഞ്ഞു. ഇനിയുള്ള ഒരവസരം നമുക്ക് കുറച്ചേ ഇനി ശേഷിക്കും. അതാ ഞാൻ പറഞ്ഞു, ചിലരൊക്കെ 80% കഴിഞ്ഞു, വേറെ ചിലർ 30, 40, 25, 50 ഒക്കെ ശതമാനം ജീവിച്ചു. ഇനി അല്പസമയം കൂടി ആ സമയത്തിൽ നമ്മൾ ആഗ്രഹിക്കണം, കർത്താവേ അങ്ങനെ പൂർണ്ണമായും നോക്കിക്കൊണ്ട് എത്ര പേർക്ക് എന്നെ പ്രയോജനപ്പെടുത്താമോ അത്രയും പേർക്ക് എന്നെ പ്രയോജനപ്പെടുത്താം. കർത്താവേ, അങ്ങ് ക്രൂശിൽ വെളിപ്പെടുത്തിയ ആ സ്നേഹത്തെ യഥാർത്ഥമായി കൊള്ളുകയാണ് എന്ന് പറഞ്ഞ് നമ്മൾ സമ്പൂർണമായും ആ സ്വയത്തകർച്ചയിലേക്ക് പോയി ക്രൂശിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ സ്നേഹത്തെ വെളിപ്പെടുത്തി
അനേകരെ ആ സ്നേഹത്തിന് കീഴിൽ കൊണ്ടുവരാൻ കഴിയട്ടെ. അതിനായി ഇന്നത്തെ ഈ പ്രഭാത തിരുവനക്കാളി നമുക്ക് എല്ലാവർക്കും അനുഗ്രഹിക്കട്ടെ. ഞാൻ നിങ്ങളെ യേശുവിന്റെ നാമത്തിൽ ആദ്യമായിട്ട് അനുഗ്രഹിക്കുന്നു. വീനസിലെ കർത്താവ് ഐശ്വര്യമായിട്ട് എനിക്ക് തന്നിലൂടെ വലിയ ദൈവത്തിൽപ്പെടട്ടെ. ഈ പ്ലാറ്റ്ഫോം അനേകർക്ക് കർത്താവിന്റെ സ്നേഹത്തെ രുചിച്ചറിയാൻ ദാസിലൂടെ ഉപയോഗിക്കാൻ തന്ന വർഷങ്ങളെ നിങ്ങൾ എല്ലാവരെയും വ്യത്യസ്ത അളവിലേയും ഉപയോഗിക്കും. ഇന്ന് രാവിലെയും നിങ്ങൾ അല്പനേരം അന്യഭാഷയിൽ അല്പന പ്രാർത്ഥിച്ചു, നിങ്ങൾ ദൈവത്തെ സ്തുതിച്ചു. അതൊക്കെ ദേശങ്ങൾക്ക് അനേകർക്ക് അനുഗ്രഹമാകട്ടെ. ഈ സൂം പ്ലാറ്റ്ഫോമിലുള്ള എല്ലാവരെയും അനുഗ്രഹിക്കും. ദാസിയുടെ ദർശന ദൈവം വീണ്ടും വിശാലം സകല മൊത്തം കർത്താവ് എനിക്ക് അവസ്ഥ പറഞ്ഞു ദൈവം സ്നേഹിക്കുന്നു.